ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ? ആ, കാണാം പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. സോ ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ആദിലീല രണ്ടാമത്തെ അധ്യായം, അതിൻ്റെ ആദ്യത്തെ 70 ശ്ലോകങ്ങളാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ 70 ശ്ലോകത്തിന് 3 ഭാഗങ്ങളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരു പ്രാരംഭം, ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഈ അധ്യായത്തിനെ കുറിച്ച്. ഈ അധ്യായം പറയുന്നത് ശ്രീ ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് എന്നാണ്. അതായത് ഗോരങ്ക അതായത് ചൈതന്യ മഹാപ്രഭുവും കൃഷ്ണനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. താത്വികമായിട്ടോ അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തികളിലോ ഭഗവാന്റെ ഭാവത്തിലോ ഒന്നിലും തന്നെ ഒരു വ്യത്യാസവുമില്ല. 100% പൂർണ്ണ പുരുഷോത്തമ അവതാരി സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു എന്നുള്ളത് ഈ അധ്യായം മുഴുക്കെ ഇത് സ്ഥാപിക്കാനാണ് ഈ അധ്യായം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ 9 ശ്ലോകത്തിൽ ഇതിൻ്റെ ഒരു തുടക്കം പറയുന്നു. അതിനുശേഷം ആദ്യം തന്നെ ഈ 3 തത്വങ്ങളുണ്ട്. പരമസത്യത്തിന് 3 തത്വങ്ങളുണ്ട്: ബ്രഹ്മൻ, പരമാത്മ, ഭഗവാൻ. അപ്പോ ആദ്യമായിട്ട് ഭഗവാൻ എന്നുള്ള തത്വമാണ് ബ്രഹ്മത്തിനും പരമാത്മാവിനും അടിസ്ഥാനം എന്നുള്ളത് ആദ്യം കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി സ്ഥാപിക്കുന്നു. അതിനുശേഷം 28 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങളിൽ ആ ഭഗവാൻ എന്നുള്ള തത്വത്തിനെ കൂടുതൽ വിശകലനം ചെയ്യുന്ന സമയത്ത് അതിൽ തന്നെ ഭഗവാന്റെ പല രൂപങ്ങളുണ്ട്. നമുക്കറിയാം, പുരുഷ അവതാരങ്ങളുണ്ട്. കാരണോദകശായി, ഗർഭോദകശായി, ക്ഷീരോദകശായി, അങ്ങനെ പുരുഷാവതാരങ്ങളുണ്ട്. അതിനു മുകളില് വൈകുണ്ഠത്തിൽ നാരായണനുണ്ട്. ഇതിനെല്ലാം ഉപരിയാണ് ശ്രീകൃഷ്ണൻ എന്ന് സ്ഥാപിക്കാനാണ് ബാക്കി 28 മുതൽ 70 വരെയുള്ള ശ്ലോകങ്ങൾ പറയുന്നത്. സോ നമുക്കിത് ക്രമേണ മുന്നോട്ട് നോക്കാം. നമ്മുടെ 6 തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ ആദ്യത്തെ കാര്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒബൈസൻസസ് ടു ദ 6 തത്വാസ്, ഗൗരനിത്യാനന്ദ. ഇത് രണ്ടും ആദ്യത്തെ മംഗളാചരണത്തിന്റെ ആദ്യ 2 ശ്ലോകങ്ങളുടെ അർത്ഥം 1-ാം അധ്യായത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ 2-ാം അധ്യായത്തില് മംഗളാചരണത്തിന്റെ 3-ാമത്തെ ശ്ലോകമാണ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് ഈ 2-ാം അധ്യായത്തിലുള്ളത്. മാത്രമല്ല, വസ്തുനിർദ്ദേശം, അതായത് ഈ മൊത്തം ഗ്രന്ഥത്തിന്റെ, ചൈതന്യ ചരിതാമൃതത്തിന്റെ തന്നെ എന്താണ് ലക്ഷ്യം, ഇതെന്തിനു വേണ്ടിയാണ് ഈ ഗ്രന്ഥമുള്ളത്, എന്ത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഈ അധ്യായത്തിൽ വ്യക്തമാകും. സോ ഈ പറയുന്ന 3-ാം ശ്ലോകം, ആ ശ്ലോകം എന്താണെന്ന് ആദ്യം നോക്കാം. പിന്നെ ഈ അധ്യായം ആ ശ്ലോകത്തിന്റെ ഒരു വിവരണമായിരിക്കും. സോ ഈ ശ്ലോകം ഇതൊക്കെ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ശ്ലോകമാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, എന്നാലും ക്രമേണ നമുക്ക് ബൈഹാർട്ട് ചെയ്യാം. യദദ്വൈതം ബ്രഹ്മോപനിഷദി തദപ്യസ്യ തനുഭാ യ ആത്മാന്തര്യാമി പുരുഷ ഇതി സോസ്യാംശ വിഭവഃ ഷഡൈശ്വര്യൈ പൂർണോ യൈഹ ഭഗവാൻ സസ്വയമയം ന ചൈതന്യാത് കൃഷ്ണാത് ജഗതി പരതത്വം പരമിഹ. ഇതാണ് ശ്ലോകം. സോ ഈ ശ്ലോകം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട്, ഈ ശ്ലോകം നമ്മൾ നോക്കിയാൽ അറിയാം, ഷഡൈശ്വര്യൈ പൂർണോ, 6 ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പൂർണനായ, യൈഹ ഭഗവാൻ സസ്വയം, ആ സ്വയം ഭഗവാൻ. ആ സ്വയം ഭഗവാൻ ആരാണോ ആ സ്വയം ഭഗവാൻ തന്നെയാണ് അയം, ഈ പറയുന്ന ആര്, ചൈതന്യ എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് അവസാനത്തെ 2 ലൈൻ നോക്കിയാൽ
ചൈതന്യ മഹാപ്രഭു ആണ് സ്വയം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നുള്ളത് വ്യക്തമാകുന്നു. ഷഡൈശ്വര്യൈ പൂർണ്ണോ യൈഹ ഭഗവാൻ സസ്വയമയം ന ചൈതന്യാത് കൃഷ്ണാത്. ഈ ചൈതന്യ കൃഷ്ണ ചൈതന്യനെ കൂടാതെ ജഗതി, ഈ ജഗത്തിൽ പരതത്വം, ഇതിനുമുപരി ഒരു പരമമായിട്ടുള്ള തത്വം ന, വേറൊന്നില്ല. പരതത്വം പരമിഹ എന്ന് പറയുന്നു. ആദ്യത്തെ 2 ലൈനിൽ അതിന് കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, എങ്ങനെയാണത് എന്ന് പറഞ്ഞിട്ട്. സോ ആദ്യത്തെ ലൈൻ പറയുന്നത് യദദ്വൈതം ബ്രഹ്മോപനിഷദി തദപ്യസ്യ തനുഭ. ബ്രഹ്മോപനിഷദി, ഉപനിഷത്തുക്കളിലൊക്കെ അദ്വൈതമായ ആ ബ്രഹ്മം എന്ന് പറയുന്ന, ആ ബ്രഹ്മജ്യോതി എന്ന് പറയുന്ന എന്താണ്? തദപി അസ്യ തനുഭ, തനുവിന്റെ, ശരീരത്തിൽ നിന്നുള്ള ആ പ്രഭയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു. യദ് അദ്വൈതം ബ്രഹ്മോപനിഷദി തദപി അസ്യ തനുഭ. അസ്യ എന്ന് വെച്ചാല് അദ്ദേഹത്തിന്റെ, അവിടുന്നിന്റെ, ചൈതന്യ മഹാപ്രഭുവിന്റെ തനുവിന്റെ പ്രഭയാണ് അദ്വൈതമാകുന്ന ആ ബ്രഹ്മ തേജസ്. സോ ബ്രഹ്മജ്യോതി ഇസ് ബോഡിലി എഫൾജൻസ്. അടുത്ത ലൈനിൽ പറയുന്നു യ ആത്മാ അന്തര്യാമി, അന്തര്യാമിയായ ആത്മാവ്, പുരുഷ. സോ ഇത് ജീവാത്മാവിനെ കുറിച്ചല്ല പറയുന്നത്, പുരുഷനായിട്ടുള്ള അന്തര്യാമിയായിട്ടുള്ള ആത്മാവ്. അതാരാണ്? പരമാത്മാവ്. ഇതി സോ അസ്യ അംശവിഭവ എന്ന് വെച്ചാല് ആരുടെ അംശമാണോ, അംശവൈഭവമാണോ, ആ എന്താണ് അന്തര്യാമിയായ പുരുഷൻ, പരമാത്മാവ് എന്ന് പറയുന്നത് ആരുടെ ലോക്കലൈസ്ഡ് എന്ന് വെച്ചാൽ സ്ഥാനീയ, ഒരു ശരീരത്തിൽ ഇരിക്കുന്ന അംശവൈഭവമാണോ. അപ്പൊ ഈ ബ്രഹ്മത്തെയും പരമാത്മാവിന്റെയും സ്ഥാനവും വർണ്ണിക്കുന്നുണ്ട്. അത് ആരുടെ ഭാഗമാണെന്ന് പറയുന്നത് വഴി ചൈതന്യ മഹാപ്രഭു പരമപുരുഷനാണെന്നുള്ളത് അംഗീകരിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ബ്രഹ്മൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരകാന്തിയാണ്, ശരീര തേജസ്സാണ്. രണ്ടാമത് അന്തര്യാമിയായ പരമാത്മാവ് അതേ ഭഗവാന്റെ ഒരു ചെറിയൊരു ലോക്കലൈസ്ഡ് അംശമാണ് എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, 3-ാമത്തെ ലൈനിൽ പറയുന്ന 3-ാമത്തെ കാര്യം, അങ്ങനെയുള്ള ഷഡൈശ്വര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ ആരാണോ അതേ കൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. 3 കാര്യങ്ങളായി. ബ്രഹ്മൻ ഭഗവാന്റെ, ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരകാന്തി, പരമാത്മാവ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരംശമാണ്, ഭഗവാൻ എന്ന് പറയുന്ന ശ്രീകൃഷ്ണൻ ചൈതന്യ മഹാപ്രഭു സ്വയം തന്നെയാണ്. അങ്ങനെ 3 തത്വങ്ങൾ പറഞ്ഞു. പിന്നെ ഈ അധ്യായത്തില് ഇതിന്റെ തന്നെ വിശദീകരണമായിട്ട് മറ്റു ചില കാര്യങ്ങളും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മഹാവിഷ്ണുവിനെ പോലുള്ള പുരുഷ അവതാരങ്ങൾ, അവരൊക്കെ ഭഗവാന്റെ, ചൈതന്യ മഹാപ്രഭുവിന്റെ അംശങ്ങളോ അവയുടെ അംശങ്ങളോ ആണ് എന്ന് പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് വൈകുണ്ഠത്തിലെ നാരായണനും കൃഷ്ണനിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ഇത് പ്രത്യേകിച്ച് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം കേരളത്തില്, ഇന്ത്യയിൽ തന്നെ പൊതുവായിട്ട് വരുന്നൊരു ചോദ്യമാണല്ലോ, വിഷ്ണുവിന്റെ അവതാരമല്ലേ കൃഷ്ണൻ, നാരായണന്റെ അവതാരമല്ലേ കൃഷ്ണൻ, ദശാവതാരങ്ങളില് എത്രയാണ്, കൃഷ്ണക്കൽക്കി 9ാമതായിട്ട് കൃഷ്ണൻ വരുന്നു എന്നല്ലേ ഉള്ളൂ. അല്ലാണ്ട് ഒറിജിനൽ നാരായണന്റെ ആദിമം എന്താണ്, നാരായണന്റെ സ്രോതസ് കൃഷ്ണനാണെന്ന് നിങ്ങൾ ഇസ്കോൺകാർ മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സാധാരണ അങ്ങനെ ഒരു ഇത് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ഒരുപാട് പാടുപെട്ടിട്ടാണ് അങ്ങനെയല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാറ്. പക്ഷെ അതിന് ശാസ്ത്രീയമായിട്ടൊരു അടിത്തറ വേണമെങ്കിൽ ഈ അധ്യായത്തിൽ അത് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കൊടുക്കുന്നുണ്ട്. കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി സപ്ലൈസ് ശാസ്ത്രിക് പ്രൂഫ്സ് ടു സപ്പോർട്ട്, മേൽപ്പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള ശ്ലോകങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഇനി ആദ്യത്തെ 9 ശ്ലോകങ്ങൾ ഒരു തുടക്കം നമുക്ക് കാണാം. ഈ ആദ്യത്തെ ശ്ലോകം പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ശ്ലോകമാണ്. ശ്രീ ചൈതന്യ പ്രഭും വന്ദേ ബാലോപിയത് അനുഗ്രഹാത് തരേൻ നാനാമതഗ്രാഹ വ്യാപ്തം സിദ്ധാന്ത സാഗരം. നല്ലൊരു പ്രണാമ മന്ത്രമാണ്. ഈ ചൈതന്യ ചരിതാമൃതയിലെ
പല സ്ഥലങ്ങളിലും ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഈ പ്രത്യേകിച്ച് ഓരോ അധ്യായത്തിന്റെയും ഫസ്റ്റ് ശ്ലോകം പലപ്പോഴും വളരെ ഇൻട്രസ്റ്റിംഗ് ശ്ലോകമായിരിക്കും. എല്ലാ അധ്യായത്തിന്റെയും ലാസ്റ്റ് ശ്ലോകം എന്ന് പറയുന്നത് നമുക്കറിയാം. സാധാരണ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കൺക്ലൂഡ് ചെയ്യുന്നത് ശ്രീരൂപ രഘുനാഥ പദേ യാര ആശ ചൈതന്യ ചരിതാമൃത കരേ കൃഷ്ണദാസ എന്ന് പറയുന്ന ശ്ലോകം കൊണ്ടായിരിക്കും. തുടങ്ങുന്ന ശ്ലോകം, അധ്യായങ്ങൾ തുടങ്ങുന്ന പല ശ്ലോകങ്ങളും ഒരു പ്രാർത്ഥനാ ശ്ലോകങ്ങളായിരിക്കും. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ശ്ലോകങ്ങളാണ്. സോ ഇവിടെ പറയുന്നത്, ആരുടെ കാരുണ്യത്താൽ ഒരു ചെറു ബാലകന് പോലും നാനാവിധ മുതലകൾ നിറഞ്ഞ സിദ്ധാന്ത സാഗരത്തെ നീന്തിക്കടക്കാൻ കഴിയുന്നുവോ, ആ ശ്രീചൈതന്യ മഹാപ്രഭുവിനെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറയുന്നു. സോ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, പലതരത്തിലുള്ള സിദ്ധാന്തങ്ങൾ, റൈറ്റ്? പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്ന ചില പേരുകളാണിത്. ബുദ്ധന്റെ എന്താ പറയുക, ശൂന്യവാദ സിദ്ധാന്തമുണ്ട്. ആൾക്കാർ പറയും ശൂന്യവാദം വളരെ ഡിവോട്ടീസിന് വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ സാധിക്കും എന്നൊക്കെ പറയും. അത്രയല്ലേ ഉള്ളൂ, എന്താ പറയുക, എൻ്റെ ചെറുവിരലിനുള്ളതേ ഉള്ളൂ ഈ സിദ്ധാന്തത്തെ തോൽപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിക്കും. പക്ഷേ ആക്ച്വലി അതിൻ്റെ അകത്തേക്ക് പോയി കടന്നു കഴിഞ്ഞാൽ വളരെ വളരെ എന്താ പറയുക, ഡീപ്പായിട്ടുള്ള ഫിലോസഫീസ് ആണ് ഇത്. ആൾക്കാർ അവരുടെ ബുദ്ധി എത്രയോ കാലങ്ങളായിട്ട് ഉപയോഗിച്ച് അസ്തിത്വത്തിനെ, ഈ പ്രപഞ്ചത്തിനെയൊക്കെ കണ്ട് അതിനെ അപഗ്രഥിച്ച് അതിനെ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പല തത്വങ്ങളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ ചില്ലറയായിട്ട് കരുതരുത്. ഓരോന്ന് വായിച്ചാലും കൂടുതൽ വായിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് നമുക്ക് ഒരു തോന്നലുണ്ടാവും. കാര്യം അത്രയും കൺവിൻസിങ് ആണ് ഈ തത്വങ്ങളൊക്കെ. സോ ബുദ്ധന്റെ ശൂന്യവാദം, പതഞ്ജലിയുടെ യോഗസൂത്രം, ഗൗതമന്റെയും അതുപോലെ യോഗസൂത്രങ്ങളുണ്ട്. കനാഡ എന്ന് പറയുന്ന വ്യക്തിയുടെ എന്താ അതിന് പേര്, മറന്നുപോയി. കനാഡ എന്നുള്ള വ്യക്തി ആക്ച്വലി ഒരു മോഡേൺ സയൻസ് പോലെയാണ്. അതായത് എല്ലാത്തിൻ്റെയും സ്രോതസ് വന്നിട്ട് വെറും ആറ്റംസ്, അണുക്കളാണ്. ആറ്റംസ്, ഇലക്ട്രോൺസ്, ഇതൊക്കെയാണ് ഇതിന്റെ സ്രോതസ് എന്ന് പറയുന്ന ഒരു ആധുനിക വിജ്ഞാനത്തോട് കുറെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കനാഡ. പല എത്തീസ്റ്റിക് സയന്റിസ്റ്റ്സും ഇദ്ദേഹത്തിന് വലിയ സ്ഥാനം കൊടുത്ത് മാനിക്കാറുണ്ട്. സോ അങ്ങനെയുണ്ട്. പിന്നെ എത്തീസ്റ്റ് കപില ഉണ്ട്. കപില ഭഗവാനല്ല, നാസ്തികനായിട്ടുള്ള കപിലന്റെ നാസ്തികമായിട്ടൊരു സാഖ്യയോഗമുണ്ട്. ദത്താത്രേയന്റെ ഒരു ഫിലോസഫി ഉണ്ട്. സോ വെസ്റ്റേൺസ്, പാശ്ചാത്യ ദേശങ്ങളും ഇതിനൊക്കെ തത്തുല്യമായിട്ടുള്ള പല ഇസംസ് ഉണ്ട്. ഏതൊക്കെയാണ് കുറച്ച് പേരുകൾ പറയാമോ? കമ്മ്യൂണിസം ഉണ്ട്, പിന്നെ എന്താ ഇനി പറയാ, പല ഫിലോസഫീസ് ഉണ്ട്. നമ്മുടെ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറഞ്ഞിട്ടൊരു ഫിലോസഫി ഉണ്ട്, നിഹിലിസം എന്ന് പറഞ്ഞൊരു ഫിലോസഫി ഉണ്ട്, ഹിഡോണിസം എന്ന് പറഞ്ഞൊരു ഫിലോസഫി ഉണ്ട്. ഇങ്ങനെ കുറേ ഇസംസ് പ്രഭുപാദ് പറയുന്നു. വേറെന്തെങ്കിലും തോന്നുന്നുണ്ടോ? പല രീതിയിലുള്ള, ഇതെല്ലാം ലോകത്തെക്കുറിച്ചും പരമസത്യത്തെക്കുറിച്ചും ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്ന പല തത്വ രീതികളാണ്. റൈറ്റ്? എന്തെങ്കിലും തോന്നുന്നുണ്ടോ അത് വിട്ടുപോയ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റൊരു ലോകവീക്ഷണം ഏതെങ്കിലും ഉണ്ടോ? പേരുകൾ ഏതെങ്കിലും? സൂഫിസം. സൂഫിസം, ശരിയാണ്. സൂഫിസം എന്നൊരു രീതിയുണ്ട്. പിന്നെന്താണ് സ്റ്റോയിസിസം എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അറിയാമോ? സ്റ്റോയിക് എന്നൊരു ഫിലോസഫി ഉണ്ട്. ഇന്ന് വളരെ പ്രശസ്തമായിട്ടുള്ള ഫിലോസഫിയാണ് സ്റ്റോയിസ് എന്ന് വെച്ചാൽ. ഒരു കല്ല് പോലെ നമ്മുടെ വികാരങ്ങളൊക്കെ അടക്കി ജീവിക്കണം എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ഫിലോസഫി. ഇങ്ങനെ പല ഇസങ്ങളുണ്ട്. പക്ഷേ ഈ ശ്ലോകത്തില് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, ഈ ഓരോ ഇസങ്ങളും ഓരോ മുതല പോലെയാണെന്ന് പറയുന്നു. റൈറ്റ്? അപ്പൊ ആ സിദ്ധാന്ത സാഗരം കടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മുതലയുടെ വായിക്കകത്ത് പെട്ടുകഴിഞ്ഞാൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ് അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട്. റൈറ്റ്? സോ അതുകൊണ്ട്, പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ, ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ഇൻസ്പിറേഷൻ ഹൃദയത്തിനകത്ത് ലഭിക്കുകയാണെങ്കിൽ
ഈ മുതലകളൊക്കെ തരണം ചെയ്ത് ഇതിന്റെ വായിലൊന്നും പെടാതെ നമുക്ക് ഈ സിദ്ധാന്ത സാഗരത്തിന്റെ മറുകര എത്തിച്ചേരാൻ നമുക്ക് സാധിക്കും എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. പണ്ടൊരു വീഡിയോ ഗെയിം ഉണ്ടായിരുന്നു ഇതുപോലെ, എത്ര പേര് കളിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു പണ്ടത്തെ ഡോസ് ഹാർഡ് ഡിസ്ക് ഒക്കെ ഇട്ടിട്ട്, ഫ്ലോപ്പി ഡിസ്ക് ഒക്കെ ഇട്ടിട്ട് കളിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു നദി, ആദ്യം ഒരു റോഡ് ഉണ്ട്, ആ റോഡ് കടന്നെത്തണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നദിയിൽ ഇതുപോലെ കുറെ മുതലകൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യും. അതിൽ പെട്ട് അതിനെ കടി കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചാൻസ് പോകും. അങ്ങനെ 3 ലൈഫ് പോയി കഴിഞ്ഞാൽ ഗെയിം ഓവർ, റൈറ്റ്? സോ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം ഇതാണ്. ഒരു പ്രഭുപാദിന്റെ ലീലയുണ്ട്. അതായത് ഏതോ വിദേശ രാജ്യത്ത് വെച്ചിട്ടാണ് വലിയ വൈദിക പണ്ഡിതന്മാർ, ഓർ ഐ തിങ്ക് മായപ്പൂർ, ഐ തിങ്ക് ഓർ വൃന്ദാവൻ, വൺ ഓഫ് ദീസ് പ്ലേസസ്. സോ വൈദിക പണ്ഡിതന്മാർ കുറെ പേര് ശില പ്രഭുപാദിനെ കാണാൻ വരും. എന്നിട്ട് അവര് ഒരുപാട് സംസ്കൃതമൊക്കെ പഠിച്ച് ശരിക്കും ഉപനിഷത്തുകളും അതേപോലെ തന്നെ വേദാന്ത സൂത്രവും ഒക്കെ പഠിക്കേണ്ട രീതിയിൽ ആ അനുഷ്ഠാനങ്ങളോടെയും ആചാരങ്ങളോടെയും ഒക്കെ പല പല വർഷം അതിനു വേണ്ടുന്ന തപസ്യകളും അതിനു വേണ്ടുന്ന ബ്രഹ്മചര്യവും എല്ലാം എടുത്ത് വളരെ ജെന്യൂനായിട്ട് തന്നെ വേദങ്ങളെ പഠിച്ച് അഭ്യസിച്ച വ്യക്തികളാണ്, പണ്ഡിതന്മാരാണ്. ചതുർവേദികൾ, ത്രിവേദികൾ, അങ്ങനെയുള്ള വ്യക്തികൾ ശില പ്രഭുപാദിനെ കാണാൻ വന്നു. എന്നിട്ട് അവരെ കുറേ ശ്ലോകങ്ങൾ ഇങ്ങനെ കോട്ട് ചെയ്ത് പ്രഭുപാദിനോട് സംശയങ്ങൾ ചോദിക്കുന്നു. അവരുടെ സാക്ഷാത്കാരങ്ങൾ പ്രഭുപാദുമായിട്ട് പങ്കിടുന്നു. പ്രഭുപാദ് കുറേ നേരം കേട്ടിരുന്ന ശേഷം ചോദിച്ചു, ശരി, താങ്കൾ പറഞ്ഞതിൽ നിന്നൊക്കെ പരമസത്യം ആരാണ്, എന്താണ് പരമസത്യം എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പൊ ആ പണ്ഡിതന്മാരെല്ലാവരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കിയ ശേഷം വളരെ ഗൗരവത്തോടെ പറഞ്ഞു, സ്വാമിജി, അത് മാത്രം അത്ര എളുപ്പത്തിൽ ഉത്തരം പറയാവുന്നൊരു ചോദ്യമല്ല. അത് കുറേ നമ്മളിരുന്ന് ആലോചിക്കണം. കാര്യം പരമസത്യം എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്താശക്തിക്കും ഒക്കെ അപ്പുറത്തിരിക്കുന്ന ഒരു വസ്തുതയാണെന്ന് ഇന്ന ഉപനിഷത്തിൽ ഇന്ന ശ്ലോകം പറയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ വലിയൊരു സംസാരം. പ്രഭുപാദ് കുറച്ച് കേട്ടപ്പോൾ ബോറടിച്ചു. പ്രഭുപാദ് എന്ത് ചെയ്തു, അവിടെ ഗുരുകുലത്തില് പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അതിലൊരു കുട്ടിയെ വിളിച്ചു ഇങ്ങോട്ട്, കം ഹിയർ എന്ന് പറഞ്ഞ് വിളിച്ചു. എന്നിട്ട് പ്രഭുപാദിന്റെ ആസനത്തിൽ ഇരിക്കുകയാണ്. വ്യാസാസനല്ല, പ്രഭുപാദിന്റെ പേഴ്സണൽ റൂമിൽ ഇരിക്കുകയാണ്. പ്രഭുപാദിന്റെ ടേബിളില് ഈ കുറെ മിൽക്ക് സ്വീറ്റ്സ് ഉണ്ട്, പേടയൊക്കെ പോലെയുള്ള മിൽക്ക് സ്വീറ്റ്സിന്റെ ഒരു ഗ്ലാസ് ജാറുണ്ട്. ഈ ഗ്ലാസ് ജാർ ആയതുകൊണ്ട് അകത്തുള്ളത് എന്താണെന്ന് പുറത്ത് കാണാൻ സാധിക്കും. അപ്പൊ ഈ കുട്ടിയെ അടുത്ത് വിളിച്ച സമയത്ത് പ്രഭുപാദ് ഒരു സൂചന എന്നുള്ള പോലെ ഈ ഗ്ലാസ് ജാറിന്റെ മുകളിൽ പ്രഭുപാദ് കൈവച്ചു. അപ്പൊ പ്രഭുപാദിനും മനസ്സിലായ, കുട്ടിക്കും മനസ്സിലായി എന്താണ് കാര്യം എന്നുള്ളത്. എന്നിട്ട് പ്രഭുപാദ് ചോദിച്ചു, ശരി, ഈ പരമസത്യം, എല്ലാറ്റിനും ഉപരിയായിരിക്കുന്ന ആത്യന്തിക സത്യം എന്താണെന്ന് നിനക്ക് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയോട് ചോദിച്ചു. അപ്പൊ കുട്ടി ഒന്ന് നോക്കി, പ്രഭുപാദിനെ നോക്കി, പ്രഭുപാദിന്റെ കൈയിന്റെ അടിയിലുള്ള സ്വീറ്റിനെ നോക്കി. എന്നിട്ട് വിചാരിച്ചു, കൃത്യ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സ്വീറ്റ് ഉറപ്പാണ്. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ ഈസ് ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറഞ്ഞ് ആ കുട്ടി വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഇപ്പൊ പ്രഭുപാദ് പറഞ്ഞു, വെരി ഗുഡ്, യു ഗെറ്റ് 1 സ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് ആ സ്വീറ്റ് ആ കുട്ടിക്ക് എടുത്തു കൊടുത്തു. എന്നിട്ട് ഈ പണ്ഡിതന്മാരെ നോക്കി പറഞ്ഞു, ഇൻ അവർ കൃഷ്ണ കോൺഷ്യസ്നസ് മൂവ്മെന്റ് ഈവൻ എ ചൈൽഡ് ക്യാൻ നോ ഹു ഇസ് ദി അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞു. ശ്രീ പ്രഭുപാദ് കി ജയ്. സോ അതനുസരിച്ച് ഈ ശ്ലോകത്തിൽ അങ്ങനെ പറയുന്നു, ഒരു കുഞ്ഞിന് പോലും സിദ്ധാന്ത സാഗരത്തെ മറികടന്ന് കൃഷ്ണനെ അറിയാൻ സാധിക്കും. അടുത്ത ശ്ലോകം, അതും ഒരു വലിയ നല്ലൊരു ഉപമയാണ് പറയുന്നത്. കൃഷ്ണോത്കീർത്തന ഗാന നർത്തന കലാ പാഥോജനിഭ്രാജിത എന്നുള്ള ശ്ലോകം. അപ്പൊ അതിൽ പറയുന്നത് ഒരു നദിയെയും ഒരു മരുഭൂമിയെയും കമ്പയർ ചെയ്തുകൊണ്ട് പറയുകയാണ്. സോ കൃഷ്ണഭക്തി എന്ന് പറയുന്നത് ഒരു വലിയൊരു നദി, അതിൽ താമരപ്പൂക്കളുണ്ട്. ആ താമരപ്പൂക്കളെ ഉപമിക്കുന്നത് ഹരിനാമ ജപത്തോടും അതിൻ്റെ കൂടെ ചെയ്യുന്ന നൃത്യവും ഗീതവും എല്ലാം കൂടെ ചേർത്തിട്ടാണ് ആ താമരപ്പൂക്കളെ ഉപമിക്കുന്നത്. ആ നദി എന്ന് പറയുന്നത് അരയന്നങ്ങളും ചക്രവാകങ്ങളും തേൻ വണ്ടുകളുമൊക്കെ വിഹരിക്കുന്ന ആ സുന്ദരമായ നദി. ഭക്തന്മാര്
ഭക്തന്മാരെ ഇവരോടൊക്കെ കമ്പയർ ചെയ്യുന്നു. സ്വാൻസ്, ചക്രവാക്കാസ് ആൻഡ് ബീസ്. അപ്പൊ അങ്ങനെയുള്ള ഭക്തി ജലധാരയില് മാത്രമല്ല നദി ഒഴുകുന്ന സമയത്ത് വളരെ കാതിന് കേൾക്കാൻ വളരെ കർണാനന്ദകരമാണ് എന്ന് പറഞ്ഞിവിടെ എഴുതിയിട്ടുണ്ട്. ഈ നദിയുടെ പ്രവാഹം ശ്രുതി മധുരവും കർണാനന്ദകരവുമായ ശബ്ദം ഉത്പാദിപ്പിക്കുന്നു. പക്ഷെ അതേസമയം ഇതേ ശ്ലോകത്തിൽ പറയുന്നു, നമ്മുടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പ്രാർത്ഥിക്കുകയാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ നാവ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു എന്താണ്, വർഷങ്ങളായിട്ട് മഴ പെയ്യാത്ത ഒരു മരുഭൂമിക്ക് തുല്യമാണ് എൻ്റെ നാവിരിക്കുന്നത്. അതുകൊണ്ട് അതിന് നനവ് പകരാൻ വേണ്ടിയിട്ട് എന്താണ്, ഗൗരലീലയാകുന്ന ഈ അമൃതതുല്യമായ ജലപ്രവാഹം എൻ്റെ നാവിലൂടെ ഒഴുകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. വെരി ബ്യൂട്ടിഫുൾ ശ്ലോക. സോ അതിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അത് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഒരു മരുഭൂമി എന്ന് പറയുന്നത്, പ്രഭുപാദ് പറയുന്നു, മരുഭൂമിയിൽ ഏറ്റവും ആവശ്യമുള്ള വസ്തു ജലമാണ്. അതും മരുഭൂമിയെ ഉർവരവും ഫലസമൃദ്ധവുമാക്കി തീർക്കാൻ അവിടെ നവജീവൻ നൽകുന്ന ജലത്തിന്റെ നിരന്തര ലഭ്യത ഉണ്ടാകണം. എപ്പോഴെങ്കിലും പോരാ, കോൺസ്റ്റന്റ് ആയിട്ട് ആ വാട്ടർ സപ്ലൈ ആവശ്യമുണ്ട്. അതിനുശേഷം പ്രഭുപാദ് പറയുന്നു, കലാ, സംസ്കാരം, രാഷ്ട്രീയം, സാമൂഹികം, ശുഷ്ക തത്വശാസ്ത്രം, കവിത തുടങ്ങിയ ഭൗതിക വിഷയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ക്ഷണികമായ സന്തോഷത്തെ കേവലം ഒരു ജലത്തുള്ളിയോട് സാദൃശ്യപ്പെടുത്തുന്നു. ഇതൊക്കെ ജനങ്ങൾ സാധാരണ ഈ വരണ്ട ജീവിതത്തിനിടയ്ക്ക്, പ്രത്യേകിച്ച് ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഒരേ റൊട്ടീനാണ്, സെയിം തിങ് റൊട്ടീനാണ്. അതിൽ എന്തെങ്കിലും വെറൈറ്റി വേണമെന്ന് നമ്മൾ നോക്കുന്നത് എന്തിലേക്കാണ്? നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്കാണ് നോക്കുന്നത്. ആ മൊബൈൽ ഫോണിനകത്തും ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നത് വെറൈറ്റി ആണെന്ന്, പക്ഷെ അതിൽ നിന്ന് വരുന്ന ഈ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വരുന്ന വീഡിയോ റെക്കമെൻഡേഷൻസ് എന്ന് പറഞ്ഞത്, അതിന് പുറകിലൊരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് പലർക്കും അറിയാമായിരിക്കും, റൈറ്റ്? നമ്മൾ നേരത്തെ എന്ത് കണ്ടോ ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അതേ പഴയ കഥ തന്നെ വീണ്ടും വീണ്ടും പല രൂപത്തിൽ അവതരിപ്പിക്കുക. ചർവിത ചർവണം എന്ന് പറയും. അതിനു വേണ്ടിയുള്ളൊരു പ്രോഗ്രാമിങ് അതിന്റെ പുറകിലൊരു AI അൽഗോരിതം റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാല് ആ പഴയ കഥ തന്നെ ഈ പറയുന്ന ഹോട്ടലിലൊക്കെ എന്താണ്, പണ്ടത്തെ ഇന്നലത്തെ ദോശമാവ് ഇന്നത്തെ ദോശ ഇന്നത്തെ വടയായിട്ട് വരുന്നൊക്കെ പറയുന്ന, അങ്ങനെ പറയുന്ന പോലെ അതേ പഴയ കാര്യമാണ് വീണ്ടും വീണ്ടും വരുന്നത്. പക്ഷെ ജനങ്ങൾക്ക് ഒരു ജീവിതത്തിന്റെ ആ ഒരു വീർപ്പുമുട്ടൽ, അതിൻ്റെ ഒരു ബോറടി, അത് മാറ്റാൻ വേണ്ടിയിട്ട് ആൾക്കാർ തിരിയുന്നത് ഇതുപോലുള്ള കാര്യങ്ങളിലേക്കാണ്, അല്ലേ? ആർട്ട്, കൾച്ചർ, പൊളിറ്റിക്സ്. പക്ഷെ ഇതൊക്കെ എന്തു പറയുന്നു ഇവിടെ? ഒരു ജലത്തുള്ളിയോട് സാദൃശ്യപ്പെടുത്തുന്നു. അടുത്ത സെന്റൻസ് പ്രധാനമാണ്. എന്തുകൊണ്ടെന്നാൽ അത്തരം വിഷയങ്ങൾക്ക് അതീന്ദ്രിയ ആനന്ദത്തിന്റെ ഗുണപരമായ സവിശേഷത ഉണ്ടെങ്കിലും. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിലേക്ക് പോകുന്നത്? കാരണം ഈ കാര്യങ്ങൾക്കൊക്കെ അതീന്ദ്രിയ ആനന്ദത്തിന്റെ ഗുണപരമായ സവിശേഷത ഉണ്ട്, എങ്കിലും അവ ഭൗതിക ത്രിഗുണങ്ങളാൽ നിറഞ്ഞു പോയിരിക്കുകയാണ്. സോ അത് വളരെ പ്രധാനമാണ്. എന്തോ ഉണ്ട് പക്ഷെ ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയാണിത്. അതുകൊണ്ട് അവയ്ക്ക് ഒറ്റയ്ക്കോ കൂട്ടുചേർന്നോ മരുഭൂമി പോലുള്ള നാവിന്റെ ബഹുലമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനാവില്ല. ഒട്ടേറെ സമ്മേളനങ്ങളിൽ നിലവിളിച്ചാലും മരുഭൂമി പോലുള്ള നാവിന്റെ വരൾച്ച തുടരുക തന്നെ ചെയ്യും. അതിനാൽ ലോകമാകമാനമുള്ള ജനങ്ങൾ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരെ ഇത്തരം വേദികളിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. അപ്പൊ ഡിവോട്ടീസ് ഇതുപോലെ ഇവിടെ ഇട്ടിരിക്കുന്ന ചിത്രം എന്ന് വെച്ചാൽ ആർക്കെങ്കിലും അറിയാമോ? ഇതിവിടെ എല്ലാ വർഷവും നടക്കുന്ന ഒരു പരിപാടിയാണ്. ഒരുപാട് പണം ചെലവഴിച്ച് അതിന് വലിയൊരു പബ്ലിസിറ്റി കൊടുത്ത ആൾക്കാര് ഇത് ബിനാലെയാണിത്. സോ എത്ര എത്ര കോടികളാണ്, ലക്ഷങ്ങളല്ല കോടികളായിരിക്കും ചിലപ്പോൾ ചെലവഴിക്കുന്നത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോ ആൾക്കാർ അതിൽ തേടുകയാണ് ഇത്. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട്, ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് എന്തെങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു ബുദ്ധി ഭഗവാൻ തരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ജനങ്ങളെ ആകർഷിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും.
റൈറ്റ്. സോ അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നു ഇങ്ങനെയുള്ള കോൺഫറൻസ് സമ്മേളനങ്ങളിലേക്ക് ഭക്തന്മാരെ ഇൻവൈറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ അടുത്ത പാരഗ്രാഫിൽ പ്രഭുപാദ് പറയുന്നു ഈവൻ എന്താ പറയുന്നത്, മോക്ഷം പോലുള്ള കാര്യങ്ങൾക്ക് പോലും എന്താ പറയുന്നത്, ലൗകിക സുഖമാകുന്ന വരൾച്ചയ്ക്ക് നനവ് പകരാൻ ബ്രഹ്മം, മോക്ഷം തുടങ്ങിയ ശുഷ്കമായ സാങ്കല്പിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന തത്വജ്ഞാനികൾ എന്ന് പറയപ്പെടുന്നവരാൽ സാധ്യമാകില്ല. ആത്മാവിന്റെ ശരിയായ ആവശ്യം മറ്റൊന്നാണ്. ആത്മാവിന് ആശ്വാസം നൽകാൻ മഹാപ്രഭുവിൻ്റെയും അവിടുത്തെ അനേകം വിശ്വസ്ത ഭക്തന്മാരുടെയും കാരുണ്യത്താൽ മാത്രമേ കഴിയുകയുള്ളൂ. ഓൺലി മഹാപ്രഭുസ് ബോണഫൈഡ് ഡിവോട്ടീസ് ക്യാൻ സോളസ് ദിസ് സോൾ. താഴെ നമ്മൾ കാണുന്നത് ഏത് മഹാരാജാണെന്ന് അറിയാമോ? വളരെ ഒരു ഫേമസ് പേഴ്സണാലിറ്റിയാണ്, അമേസിംഗ് പ്രീച്ചർ ഇൻ ഇസ്കോൺ. This is His Holiness ഇന്ദ്രദ്യുമ്ന സ്വാമി മഹാരാജ്. പ്രഭുപാദിന്റെ ഒരു സീനിയർ ശിഷ്യനാണ് അദ്ദേഹം. പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ മെയിൻ പ്രോഗ്രാം ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ഏറ്റവും കൂടുതൽ നാൾ നടക്കുന്ന ഒരു പരിപാടി പോളണ്ട് എന്ന് പറയുന്ന രാജ്യം ഇല്ലേ? പോളണ്ടിനെ കുറിച്ച് പറഞ്ഞേ പറ്റൂ ഈ കാലഘട്ടത്തിൽ. സോ പോളണ്ടിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പല പല വളരെ ഡീപ്പ് കാത്തലിക് രാജ്യമാണ്. പക്ഷെ അവിടെ ഇതുപോലെ ജനങ്ങള് അവരുടെ നാവുകളും അവരുടെ ഹൃദയങ്ങളും ഒക്കെ മരുഭൂമി പോലെ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇന്ദ്രദ്യുമ്ന മഹാരാജ് ഭക്തന്മാരെ കൂട്ടിക്കൊണ്ട് അവിടെ ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു വർഷങ്ങളായിട്ട് അത് നടത്തി വരുന്നുണ്ട്. ആൻഡ് അവിടെ നാമസങ്കീർത്തനവും ഡ്രാമ, മ്യൂസിക്, പിന്നെന്താ പറയുക, ഈ കൾച്ചറലായിട്ടുള്ള പല കാര്യങ്ങളും, അങ്ങനെ പല വ്യക്തികൾക്കും ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംസ്കാരം ലോകത്തിലുണ്ട്, ഇങ്ങനെയൊക്കെ സന്തോഷിക്കാൻ എന്താണ് വഴികളുണ്ട്, ഇതാണ് ജീവിതം എന്ന് പഠിപ്പിക്കുന്ന രീതിയിൽ മഹാരാജന്റെ ഈ ഒരു ഉദ്യമം വളരെ സഫലമായിട്ടുണ്ട്. കൂടുതൽ അറിയാൻ നമുക്ക് പിന്നീട് നമുക്കത് അതിനെക്കുറിച്ച് വേണമെങ്കിൽ കൂടുതൽ നമുക്ക് നോക്കാം. സോ ഓക്കെ, എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത്? whatever. So okay, പ്രഭുപാദം പറയുന്നുണ്ട്, അതായത് ഭക്തി എന്ന് പറയുന്നത് കൃഷ്ണനെ കേന്ദ്രീകരിച്ചിട്ടുള്ള എല്ലാ കലാ, സംസ്കാരം, രാഷ്ട്രീയം എല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നമ്മളത് കൃഷ്ണനെ കേന്ദ്രീകരിച്ച് ചെയ്യണം എന്നുള്ളതാണ്, അത് മാത്രമേ ഉള്ളൂ കാര്യം. പ്രഭുപാദം ഭാഗവതത്തിന്റെ പ്രിഫസില്, മുഖവുരയ എന്താണ് പറയാ, പ്രിഫസ്, എപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ആവും. അതില് ശ്രീമദ് ഭാഗവതം ഇസ് എ കൾച്ചറൽ പ്രസന്റേഷൻ ഫോർ ദി റീസ്പിരിച്വലൈസേഷൻ ഓഫ് ദി എൻറ്റയർ ഹ്യൂമൻ സൊസൈറ്റി. പൂർണ്ണ മനുഷ്യ സമൂഹത്തിനെ വീണ്ടും ആധ്യാത്മികവൽക്കരിക്കാൻ ഉള്ള ഒരു കൾച്ചറൽ പ്രസന്റേഷനാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നു. പല ഭക്തന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഭക്തി സ്വരൂപ ദാമോദർ മഹാരാജ്, അദ്ദേഹത്തിന്റെ ശാസ്ത്രീയ ജ്ഞാനത്തെ പൂർണ്ണമായിട്ട് ഉപയോഗിച്ച് അദ്ദേഹം ഭഗവാന് സേവനം ചെയ്തു. വയ്യാസകി പ്രഭു എന്ന് പറയുന്ന പ്രഭുപാദിന്റെ ഡിസൈപ്പിൾ, അദ്ദേഹം ബംഗ്ലാദേശിൽ പോയിട്ട്, അദ്ദേഹം അമേരിക്കക്കാരനാണ്, ബംഗ്ലാദേശിൽ പോയി അവിടുത്തെ ബംഗാളി സംഗീതവും അതിന്റെ ഒറിജിനൽ, അതിന്റെ റൂട്ട്സിൽ പോയിട്ട് ഹിന്ദുസ്ഥാനിയും ബംഗാളി സംഗീതവും ഒക്കെ പഠിച്ച് അദ്ദേഹം അങ്ങനെ വളരെ ഒരുപാട് വ്യക്തികളെ കൃഷ്ണോപത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹം സംഗീതത്തിലൂടെ അദ്ദേഹം ചെയ്തു. ഇദ്ദേഹം ശാസ്ത്രത്തിലൂടെ, ഇദ്ദേഹം സംഗീതത്തിലൂടെ. ശ്രീ നന്ദനന്ദൻ പ്രഭു എന്നുള്ളത് നമ്മളിപ്പോൾ റീസെന്റ് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഒരു എന്താണ് പത്മശ്രീ അവാർഡ് ഇപ്പോഴാണ് ലഭിച്ചത്. അദ്ദേഹം സാഹിത്യരചനയിലൂടെ, ഗ്രന്ഥരചനയിലൂടെ അദ്ദേഹം കൃഷ്ണാവബോധം പ്രചരിപ്പിച്ചു. പല ഉദാഹരണങ്ങൾ ഇങ്ങനെയുണ്ട്. അപ്പൊ ഇതൊക്കെ ഉദാഹരണങ്ങളാണ് നമുക്ക്. ഇതിനൊക്കെ കൃഷ്ണനോട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കും കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിനും അതേപോലെ തന്നെ ലോകത്തിനും നന്മയുണ്ടാകും. റൈറ്റ്. ഞാനിവിടെ 1 മിനിറ്റ് നിർത്താം, എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത ടോപ്പിക്സ് കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്.
എന്തെങ്കിലും ഷെയർ ചെയ്യാനോ? ഗുഡ് നൈറ്റ്. ഒന്നുമില്ല. സോ മൗനം സമ്മതലക്ഷണമായിട്ട് മുന്നോട്ട് പോവാം. സോ ശ്ലോക 5 ഇതിൽ പറയുന്നത് ചൈതന്യ മഹാപ്രഭു പരമപുരുഷനാണെന്ന് പറയുന്നു. പ്രഭുപാദ് പറയുന്നു, ഈ ഭൗതിക ആസക്തിയെ ഭേദിച്ചുകൊണ്ട് ആധ്യാത്മികതയിലേക്ക് പോകണം, പരമസത്യത്തെ അറിയണമെന്നുള്ള അത്രയും ആത്മാർത്ഥമായ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ് ഉപനിഷത്തുകൾ പറഞ്ഞിരിക്കുന്നത്, ഉപനിഷത്തുകൾ നൽകപ്പെട്ടിരിക്കുന്നത്. ആ ഉപനിഷത്തുകൾ പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉപനിഷത്തിൽ എന്താണ് പ്രധാനമായിട്ടും നേതി നേതി, ഇതല്ല സത്യം, ഇതല്ല സത്യം. ഈ ഭൗതിക ലോകത്തിൽ കാണുന്നത് മറ്റേ ജ്ഞാനപ്പാനയിലും പറയുന്ന പോലെ കണ്ടതൊന്നുമേ സത്യമല്ലെന്നതു മുമ്പേ കണ്ടിട്ടറിയുന്നിതു ചിലർ എന്ന് പറയുന്നത് പോലെ ആ നേതി നേതി എന്നുള്ള രീതിയിലാണ് ഉപനിഷത്തുകളുടെ ഒരു അവതരണ ശൈലി. അതുകൊണ്ട് ഭൗതികമായിട്ടുള്ള എല്ലാ വെറൈറ്റി വൈവിധ്യങ്ങളെയും അത് നിരാകരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഭൗതിക വൈവിധ്യങ്ങൾ നിരാകരിക്കുമ്പോൾ വൈവിധ്യങ്ങളേ ഇല്ല, ഈവൻ ആത്മീയ തലത്തിലും വൈവിധ്യങ്ങളില്ല എന്നുള്ള ഒരു തെറ്റായ ഒരു നിഗമനത്തിലേക്ക് ഇത് ഉപനിഷത്തുകൾ ഫോളോ ചെയ്യുന്നവർ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. റൈറ്റ്? അതുകൊണ്ട് ആദ്യം ഈ ബ്രഹ്മൻ എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക പ്രകാശത്തിലേക്കാണ് ഈ മാർഗം ജനങ്ങളെ എത്തിക്കുന്നത്. പ്രഭുപാദ് ഒരു ഉദാഹരണം പറയുന്നു, ക്ലൗഡി ഹിൽ. റൈറ്റ്? മേഘം മൂടിയിരിക്കുന്ന ഒരു മല. അപ്പൊ നമുക്ക് എന്തോ കാണാൻ സാധിക്കും, എന്തോ അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ മലയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളോ അതിൻ്റെ രൂപമോ അതിൽ അടങ്ങിയിരിക്കുന്ന മരങ്ങളും റോഡുകളും വീടുകളും ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. സോ പക്ഷെ പറയുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ ഭഗവാന്റെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രഭ, ശാരീരിക പ്രഭയാണ് ബ്രഹ്മൻ. ബ്രഹ്മൻ എന്ന് പറയുന്നത് അംഗപ്രഭ, ഭഗവാന്റെ അംഗങ്ങളുടെ പ്രഭയും പരമാത്മാവ് ഭഗവാന്റെ നേരിട്ടുള്ള അംശവുമാണ്. പിന്നെ ഭഗവാൻ എന്ന് പറയുന്നത് ആദിസ്വരൂപമാണ്. പിന്നെ ഇതും പറയുന്നുണ്ട്, സത്, അതായത് നമ്മൾ ശാശ്വതമാണ്, നമ്മളൊരു നിത്യത. റൈറ്റ്? അത് ബ്രഹ്മൻ സാക്ഷാത്കാരത്തിലൂടെ നമുക്ക് അനുഭവവേദ്യമാകുന്നു. ചിത്ത്, അതായത് പൂർണ്ണ ജ്ഞാനം എന്നുള്ള സാക്ഷാത്കാരം, അത് പരമാത്മ സാക്ഷാത്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു. പിന്നെ പക്ഷെ ആനന്ദം എന്നുള്ള പരമസത്യത്തിന്റെ ആനന്ദം എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ നമുക്ക് സാക്ഷാത്കരിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ അറിഞ്ഞേ തീരൂ. റൈറ്റ്? ഒരു ഭാഗം കൂടെ ഉണ്ട്, ഇത് കഴിഞ്ഞാൽ ഇതും കൂടെ ഒന്ന് തീർക്കാം. സോ ശ്ലോക 8 to 9. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ് പ്രഭു. അത് ഈ മൂന്നില് ഭഗവാനിലെ സത്തും ചിത്തും ആനന്ദം മൂന്നും അടങ്ങിയിരിക്കുന്നെന്ന് പറയുന്നുണ്ടല്ലേ? അതെ. അതായത് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ സത്ത് നമ്മൾ അറിയുന്നു, പരമാത്മാ എന്ന് പറയുമ്പോൾ അതിൽ സത്ത് ചിത്ത് രണ്ടും ഉണ്ട്. അതേപോലെ ഭഗവാൻ എന്ന് പറയുമ്പോഴേക്കും സച്ചിദാനന്ദ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹം. അപ്പൊ ഇത് മൂന്നും ഭഗവാനകത്ത് ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. അത് പ്രധാന ഒരു കാര്യമാണ്. സോ നമ്മൾ ഇതിലേക്കും പോകാം. കുറച്ച് ഫിലോസഫിയാണ് ഇവിടെ, എന്നാലും നമ്മളിത് മനസ്സിലാക്കിയേ പറ്റൂ. പിന്നെ 8-9 ശ്ലോകങ്ങളിൽ ഇത് തൽക്കാലം വിടുക. പ്രെഡിക്കേറ്റ് ഓൾവേസ് ഫോളോസ് ദ സബ്ജക്റ്റ്, അത് പിന്നീടും വരും. സോ വേദങ്ങൾ 3 വിഷയങ്ങളെ കുറിച്ചാണ്. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ പരമസത്യത്തെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെ? പരമസത്യത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ട ഒരു ഗ്രന്ഥമാണ് വേദം, വേദാന്തം എല്ലാം. സോ അതിനകത്ത് 3 വിഷയങ്ങളാണ്. ആ പരമസത്യത്തിന്റെ 3 വിഭാഗങ്ങളായിട്ടത് ഡീൽ ചെയ്യുന്നുണ്ട്. 1 ബ്രഹ്മൻ, 2 പരമാത്മ, 3 ഭഗവാൻ. പക്ഷെ ഇതിന്റെ ഒക്കെ എസൻസ്, സാരം എന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണു ഭഗവാനാണ്. പിന്നെ പറയുന്നു
വിഷ്ണുവിന്റെ പരതത്വം, വിഷ്ണുവിന്റെ ആദിമൂലം എന്ന് പറയുന്നത് കൃഷ്ണനാണെന്ന് പറയുന്നു. അപ്പൊ കൃഷ്ണൻ വിഷയമാകുമ്പോൾ, സബ്ജക്റ്റ് ആവുമ്പോൾ, എവറി അതർ തത്വ, ബ്രഹ്മൻ, പരമാത്മ, ഈവൻ വിഷ്ണു ബിക്കംസ് എ പ്രെഡിക്കേറ്റ്. റൈറ്റ്? സബ്ജക്ട് പ്രെഡിക്കേറ്റിന് എന്തായാലും പറയാ സുധമാതാജി, എന്താ മലയാളത്തിൽ പെട്ടെന്ന് മറന്നുപോയി. സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്ട് എന്ന് വെച്ചാൽ വിഷയമാണ്, അല്ല. ഞാനിപ്പോ വട്ടപൂജ്യാണ് പ്രഭു. ഒന്ന് നോക്കി പറയൂ, ഇത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ. നോക്കി പറയാം. അതെ, അപ്പൊ കൃഷ്ണൻ സബ്ജക്റ്റ് ആകുന്ന സമയത്ത് കൃഷ്ണനാണ് അവിടെ ആ സെന്റൻസിലെ മെയിൻ വിഷയം, സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ തത്വങ്ങളും, ബ്രഹ്മമായിക്കോട്ടെ, പരമാത്മാവായിക്കോട്ടെ, വിഷ്ണുവിന്റെ രൂപങ്ങളായിക്കോട്ടെ, നാരായണനായിക്കോട്ടെ, അതൊക്കെ കൃഷ്ണനെ ആശ്രയിച്ചിരിക്കും. റൈറ്റ്? കൃഷ്ണനെ ഒരു സെന്റൻസിൽ കൃഷ്ണ എന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം കൃഷ്ണനെ ആശ്രയിച്ചേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ 9-ാം ശ്ലോകത്തില് നന്ദസുത എന്ന് പറയുന്ന ഒരു വാക്ക് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഉപയോഗിക്കുന്നു. അതായത് ഇനി കൃഷ്ണൻ എന്ന് പറഞ്ഞ് ഇനി അതില് തെറ്റിദ്ധാരണ വേണ്ട എന്നുള്ളതിന് വേണ്ടി നന്ദസുത ബലിയാരെ ഭാഗവത്തെ ഗായി എന്ന് പറയുന്നു. അതുകൊണ്ട് നന്ദസുതനായ കൃഷ്ണനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. കൃഷ്ണൻ തന്നെയാണ് പരതത്വം എന്ന് പറയുന്നു. ഈ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, നചൈതന്യാത് കൃഷ്ണാത് ജഗതി പരതത്വം പരൈഹ എന്ന് പറഞ്ഞപ്പോ ആ കൃഷ്ണൻ എന്ന് പറയുന്ന ആരെ കുറിച്ചാ പറയുന്നത്? നന്ദസുതൻ തന്നെയാണെന്ന് പ്രത്യേകം അദ്ദേഹം എടുത്തു പറയുന്നു. റൈറ്റ്? നമ്മൾ ഓൾമോസ്റ്റ് പാതിയായി, 10 സ്ലൈഡ്സ് ആയി. ഇവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. ഇത്രയും കാര്യം പറഞ്ഞതിൽ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ പ്രീച്ചിങ്ങിനും കൃഷ്ണാവബോധത്തോടുള്ള നമ്മുടെ വീക്ഷണവും ഒക്കെ നമുക്ക് ഇത് ഒരു പുതിയൊരു വീക്ഷണം നമുക്ക് തരും. ഹരേ കൃഷ്ണ പ്രഭു, ക്ഷമിക്കണേ, ഞാൻ ഇപ്പോഴാ കേറിയത്. ഏത് ചാപ്റ്ററിലെ ശ്ലോകം പറഞ്ഞുകൊണ്ടിരിക്കണേ പ്രഭു? സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇന്ന്. ഹരി ഹരി, ഞാൻ എടുക്കട്ടെ. ശരി, സെക്കൻഡ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് 70 ശ്ലോകം. എടുക്കാം. ശരി. ഓക്കെ, സോ നമുക്കിനി മുന്നോട്ട് പോവാം. നമ്മൾ പാതി സമയവുമായി. സോ ശ്ലോകാസ് 10 to 27 ഇതിൽ പറയുന്നത്, നേരത്തെ നമ്മൾ പറഞ്ഞു ബ്രഹ്മൻ, പരമാത്മാ, ഭഗവാൻ. ഇതില് ഈ മൂന്നിലും വെച്ച് ഭഗവാനാണ് സുപ്രീം, ഭഗവാനാണ് ആദിമം എന്നുള്ളത് സ്ഥാപിക്കുകയാണ് ഈ 18 ശ്ലോകങ്ങളിൽ. സോ മറ്റൊരു ഡെഫിനിഷൻ, മറ്റൊരു നിർവചനം ഭഗവാൻ എന്നുള്ള വാക്കിന് കൊടുക്കുന്നുണ്ട്. ഭ ഗ വ. അതായത് അതിന്റെ വാക്ക് എനിക്ക് മറന്നുപോയി. ഭർത്ത ഗമയതി വസതി, അങ്ങനെ എന്തോ ആണ് അതിന്റെ കറക്റ്റ്. എനിക്ക് അത് കറക്റ്റ് വേർഡ് മറന്നുപോയി. ഇപ്പൊ ഭ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടർ, സസ്റ്റെയിനർ, സംരക്ഷകൻ, എന്താണ് പറയുന്നത്, നിലനിർത്തുന്നവൻ, സംരക്ഷകൻ എന്നൊക്കെയാണ്. ഗ എന്ന് വെച്ചാൽ ലീഡർ, പുഷർ, ക്രിയേറ്റർ, നായകൻ, പ്രേരകൻ, സ്രഷ്ടാവ്. ഇതൊക്കെ 10-ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നുണ്ട്. വാ എന്ന് വെച്ചാല് വസിക്കുന്നവൻ, എല്ലാവരുടെയും ഹൃദയത്തിലും എല്ലാ ജീവസത്തുകളുടെ ഹൃദയത്തിലും വസിക്കുന്നു. അപ്പൊ ഇങ്ങനെ മറ്റൊരർത്ഥം നമ്മൾ ഇതുവരെ അത്ര കേട്ടിട്ടില്ലാത്തൊരു എക്സ്പ്ലനേഷനാണ് ഭഗവാൻ എന്നുള്ള വാക്കിനർത്ഥം. പിന്നെ ബ്രഹ്മൻ, പരമാത്മാ, ഇവരെ കുറിച്ച് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. ബ്രഹ്മൻ എന്ന് വെച്ചാൽ എല്ലാ സൃഷ്ടിയുടെയും പശ്ചാത്തലം എന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റ്? ആ പശ്ചാത്തലത്തിലാണ് ബാക്കി എല്ലാ സൃഷ്ടിയും നടക്കുന്നത്. പിന്നെ സൃഷ്ടി ഒക്കെ ഇതാവുമ്പോ, സംഹരിക്കപ്പെടുന്ന സമയത്ത് ഇല്ലേ, പ്രളയം വന്നിട്ട് സൃഷ്ടിയൊക്കെ സംഹരിച്ച് തിരിച്ച് അകത്തേക്ക് പോകുന്ന സമയത്ത് ജീവാത്മാക്കളൊക്കെ ഒരു നീണ്ട നിദ്രയിലായിരിക്കും. ആ നീണ്ട നിദ്രയുള്ള സമയത്ത് എന്താണ്, അപ്പൊ ആ സമയത്ത് ജീവാത്മാക്കളൊക്കെ ബ്രഹ്മജ്യോതിസിലായിരിക്കും റെസ്റ്റ് ചെയ്യുന്നത്, വിശ്രമിക്കുന്നത് എന്നും പറയുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ
ഇത് പർപ്പൊട്ടുന്ന ഡയറക്ട്ലി ആണ്. പിന്നെ പരമാത്മാവിനെ കുറിച്ച് പറയുന്നു. പരമാത്മാ എന്ന് പറയുന്നത് സൂപ്പർവൈസർ ഓഫ് ഓൾ ക്രിയേഷൻ, എല്ലാ സൃഷ്ടിയുടെയും മേൽനോട്ടക്കാരനാണ് പരമാത്മാവ്. എന്തിനു വേണ്ടി? ഈ സൃഷ്ടി എന്തിനു വേണ്ടിയാണ്? എല്ലാ ജീവാത്മാക്കൾക്കും ഭൗതിക സുഖം അനുഭവിക്കാൻ വേണ്ടി. സോ ഭൗതിക ലോകത്തിൽ വരുന്ന ജീവാത്മാക്കൾക്ക് അവരുടെ സുഖ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി ആ മൊത്തം ക്രമീകരണം ഉണ്ടല്ലോ ഭൗതിക ലോകം, അതിനെ സൂപ്പർവൈസ് ചെയ്യുന്നതാണ് പരമാത്മാവ്. അത് പ്രഭുപാദ് ഒരു എക്സാമ്പിൾ പറയുന്നു. ഒരു ടെമ്പററി ഫെയർ, ഏതെങ്കിലും താൽക്കാലികമായിട്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്ന അപ്പോളോ സർക്കസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്നൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. പണ്ടൊക്കെ ഈ ഉത്സവ പറമ്പുകളും അതേപോലെ മറൈൻ ഡ്രൈവിലും ഒക്കെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പൊ ആ ഒരു ടെമ്പററി ആയിട്ട് നടക്കുന്ന ഒരു മേള, അതിനെ നോക്കി നടത്താൻ വേണ്ടി ചിലപ്പോൾ ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് ഓഫീസറിനെ സർക്കാർ നിയോഗിക്കും എന്ന് പറയുന്നു. സോ പ്രഭുപാദ് പറയുന്നു ഒരു പ്രത്യേക ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തും. അങ്ങനെ ഉള്ള ഉദ്യോഗസ്ഥനിൽ സർക്കാരിന്റെ എല്ലാ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കും. അതിനാൽ അയാൾ സർക്കാരിൽ നിന്ന് ഭിന്നനല്ല. മേള അവസാനിച്ചാൽ പിന്നെ അത്തരം ഒരു ഉദ്യോഗസ്ഥന്റെ ആവശ്യമില്ല. അയാൾ അയാളുടെ വീട്ടിലേക്ക് മടങ്ങും. പരമാത്മാവിനെ അത്തരമൊരു ഉദ്യോഗസ്ഥനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. പ്രഭുപാദിന്റെ കമ്പാരിസൺ ആണ് പർപ്പോട്ടില്. സോ പരമാത്മാവ് ഒരു, ഓൾദോ ഭഗവാന്റെ തന്നെ എക്സ്പാൻഷൻ ആണ്, ഭഗവാന്റെ തന്നെ ഒരു അംശമാണെങ്കിൽ പോലും അതൊരു താൽക്കാലിക ഒരു പദവിയാണ്, സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ് ആണത്. പിന്നെ പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ പേഴ്സണലി ഇവിടെ ഈ ബദ്ധാത്മാക്കൾക്ക് വേണ്ടിയാണ് പരമാത്മാവൊക്കെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഭഗവാൻ എന്ന് പറയുന്നത് തൻ്റെ ഭക്തന്മാരെ പേഴ്സണലി ഭഗവാൻ സംരക്ഷിക്കുകയാണ്. യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ള ശ്ലോകം ഉണ്ടല്ലോ, അനന്യാസ് ചിന്തയന്തോ മാം യേജന പര്യുപാസത്തെ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. ഭഗവാൻ സ്വയം ആ കാര്യം ചെയ്യുന്നു. ഈവൻ പരമാത്മാവായിട്ടോ ബ്രഹ്മനായിട്ടോ അല്ല, സ്വയം ഭഗവാനായിട്ട് തന്നെ ഭക്തന്മാരുടെ കാര്യങ്ങൾ ഞാൻ നോക്കി നടത്തുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ആൻഡ് എൻഗേജസ് ഇൻ പാസ്റ്റ് ടൈംസ്. ഭഗവാൻ ലീലകളും, അപ്പൊ ഭക്തന്മാരെ സംരക്ഷിക്കാനും ഭക്തന്മാരുടെ കൂടെ ലീലകൾ ചെയ്യാനും പരമാത്മാവായിട്ടോ ബ്രഹ്മനായിട്ടോ അല്ല വരുന്നത്, സ്വയം ഭഗവാനായിട്ട് തന്നെ പ്രത്യക്ഷപ്പെടുന്നു. പിന്നെ എവിടെയൊക്കെ ഒരു ബന്ധത്തിൽ പ്രേമഭക്തി ഉണ്ടോ, അതോ ഈവൻ ഇവിടെ പറയുന്നു പ്രഭുപാദ്, പ്രേമഭക്തിക്ക് ഒരു സാധ്യത ഉണ്ടെങ്കിൽ പോലും അവിടെ ഭഗവാൻ സ്വയം പ്രത്യക്ഷപ്പെടും. പിന്നെ ആ ഭക്തനെ ഗൈഡ് ചെയ്യാനും പ്രേമഭക്തിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിച്ച് കൊണ്ടുവരാനും ഭഗവാൻ തന്നെയാണ് ആ മുൻകൈ എടുക്കുന്നത്. റൈറ്റ്? എന്തെങ്കിലും പറയാനുണ്ടോ? ബാക്കിയൊക്കെ ഇൻഡയറക്റ്റ് ആണ്, ബ്രഹ്മനായാലും പരമാത്മാവായാലും. പക്ഷെ ഒരു ചെറിയൊരു ഭക്തി എവിടെങ്കിലും ഭഗവാൻ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാത്മാവും ബ്രഹ്മനും ഒക്കെ മാറ്റി വെച്ചിട്ട് ഭഗവാൻ സ്വയം ആക്റ്റീവായിട്ട് മുന്നോട്ട് വരികയാണ്. അതൊരു വലിയ ഭഗവാന്റെ ഒരു എന്താ പറയുക, സ്പെഷ്യൽ കാരുണ്യമാണത്. മനസ്സിലാവുന്നുണ്ടോ? അതോ വളരെ സീരിയസ് ആയിട്ട് പോകുന്നോണ്ടാണോ ഒരു? മനസ്സിലാവുന്നുണ്ട്. ഓക്കെ. ഇനി കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. സോ ബ്രഹ്മന്റെ കാര്യം പറയുമ്പോഴേക്കും ഇവിടെ പറയുന്നുണ്ട് 11ാമത്തെ ശ്ലോകത്തില് ബ്രഹ്മജ്യോതി എന്ന് പറയുന്ന എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം എല്ലായിടത്തും ബ്രഹ്മജ്യോതിസ് ഭൗതിക ലോകത്തിലും ആധ്യാത്മിക ലോകത്തിലും നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഭൗതിക ലോകത്തിൽ വേറെ രീതിയിലാണെന്നേ ഉള്ളൂ. സൂര്യചന്ദ്രന്മാരുടെ പ്രകാശത്തിന്റെ രൂപത്തിലൊക്കെ അതേ ബ്രഹ്മ തേജസ്സാണ് വരുന്നത്. പക്ഷെ ഭക്തന്മാർക്ക് പ്രകാശം മാത്രം കണ്ടാൽ പോരെ. ഈ ലൈറ്റ് കണ്ടില്ലേ, ഇപ്പൊ എവിടെയോ ലൈറ്റ് വരുന്നു എന്നുള്ളതുകൊണ്ട് ഭക്തന്മാർ തൃപ്തരാകുന്നില്ല. ഇത് എവിടെ നിന്ന് വരുന്നു, ഇതിന്റെ സ്രോതസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഭക്തന്മാർക്ക് വളരെ ആശങ്കയുണ്ട്, അവർക്ക് താല്പര്യമുണ്ട്. അതാണ് ഭക്തന്മാരും മറ്റുള്ളവരും തമ്മിൽ വ്യത്യാസം. അവർക്ക് എല്ലാറ്റിൻ്റെയും സ്രോതസ് അറിയണം. ഐ വോണ്ട് ടു നോ ദി സോഴ്സ് എന്ന് പറഞ്ഞ് താല്പര്യമുള്ള വ്യക്തികൾ. റൈറ്റ്? അതുകൊണ്ടാണ് പറയുന്നത്, മറ്റേ ആ ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ, ഓം തദ് വിഷ്ണു പരമം പദം സദാ പശ്യന്തി സൂരയഃ ദിവീവ ചക്ഷുരാതതം എന്ന് പറയും. അതായത്
ഭക്തന്മാര് സൂരയഃ ഓം തദ് വിഷ്ണോ പരമം പദം. എവിടെ നിന്നാണ് ഈ പ്രകാശം വരുന്നത്? ദിവി ഇവ ചക്ഷുരാതതം. എവിടെ എല്ലായിടത്തും എന്താണ്? എല്ലായിടത്തും അവിടെ ഭഗവാന്റെ കണ്ണുകളും ഭഗവാന്റെ പ്രകാശവും ഉണ്ട്. പക്ഷേ അതിന്റെ സ്രോതസ് അവർ കണ്ടുപിടിച്ച് അവർക്ക് അവിടേക്ക് പോകണം. അതാണ് ഡിവോട്ടീസിന്റെ വ്യത്യാസം. പ്രഭുപാദിന്റെ ഒരു പാസ് ടൈം ഉണ്ട്. ഇത് ഇത് പറയുമ്പോൾ അത് ഓർമ്മ വരുന്നു. അതായത് പ്രഭുപാദ് ലോസ് ഏഞ്ചലസ് ഇസ്കോൺ ടെമ്പിളിലായിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്, എല്ലാവരും പോകേണ്ട ഒരു ടെമ്പിളാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു പ്രഭുപാദിന്റെ ഒരു പിക്ചർ കണ്ടിട്ടുണ്ടാവും. അതായത് അവിടുത്തെ പ്രഭുപാദിന്റെ റൂമിൽ ചുവരുകളൊക്കെ ഒരു ഒരു സ്പെഷ്യൽ ബ്ലൂ കളറാണ് ആ ചുവരുകളൊക്കെ പെയിന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ജനാലകളിലെ മറ്റേ കർട്ടൻസ് ഉണ്ടല്ലോ, അത് നല്ലൊരു ടൈപ്പ് ഓറഞ്ച് കളറാണ്. അങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ, ഒരു നൈസ്, ഒരു ഡീപ്പ് ബ്ലൂവും ഒരു വെരി ബ്യൂട്ടിഫുൾ ഓറഞ്ചും. എന്തെങ്കിലും കാരണം ഉണ്ടാവുമോ അങ്ങനെ ഡിവോട്ടീസ് സെലക്ട് ചെയ്യാൻ? ഭഗവാന്റെ വർണ്ണം, അത് നീലവർണ്ണം, കാർമേക വർണ്ണം. പിന്നെ കൃഷ്ണന്റെ കാർമേക വർണ്ണവും പിന്നെ വസ്ത്രത്തിന് മറ്റേ ആ ഓറഞ്ച് മഞ്ഞ പീതാംബരപ്പട്ട് കൊടുക്കുന്നുണ്ട് ഭഗവാൻ. ഇത് മഞ്ഞയായിരുന്നില്ല, ഇതൊരു ഓറഞ്ച്, എന്താ പറയാ, ഒരു ഗോൾഡൻ സാഫ്രൺ കളറായിരുന്നു. ഗോൾഡൻ കളർ. വേറെ എക്സ്പ്ലനേഷൻ പ്രൂഫ് പറയും. ഗോൾഡൻ കളർ ആരുടെയാണ്? ഗൗരംഗ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു. രാധാറാണി. രാധാറാണി, എക്സാക്ട്ലി. സോ കൃഷ്ണന്റെയും ശ്രീമതി രാധാറാണിയുടെയും കളറാണ് അവര്. അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ റൂമാണ്, ഇന്നും അങ്ങനെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവര്. ബ്ലൂ ചുവരുകളും കർട്ടൻസ് ഒക്കെ ഒരു ഗോൾഡൻ ഇതും, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് കാണാൻ ആ റൂം. എനിവേ, ഇപ്പൊ പ്രഭുപാദ് ലോസ് ഏഞ്ചൽസ് തന്നെ ആ റൂമിലല്ല, മറ്റൊരു റൂമിൽ പ്രഭുപാദ് ഇരിക്കുകയായിരുന്നു. അവിടെ ഈ വലിയ ജനാലകളുണ്ട്. ഈ പണ്ടൊരു ചർച്ച് ബിൽഡിംഗ് ആണ് മേടിച്ചിട്ട് ഇതിനെ ഒരു ടെമ്പിളാക്കി മാറ്റിയത്. റൈറ്റ്? ലോസ് ഏഞ്ചൽസ് ടെമ്പിൾ പണ്ടൊരു ചർച്ച് ആയിരുന്നു. അതിന്റെ ഇപ്പോഴും പോയാൽ അതിന്റെ ഇത് കാണാം. സോ ആ ചർച്ചിന് വലിയ നീളമുള്ള ഇതുപോലത്തെ ഒരു ജനാല ഉണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു ദിവസം, നമ്മുടെ ഇപ്പോഴത്തെ ഈ മഴക്കാലം പോലെ ഒരു ദിവസം, മൊത്തം മൂടിയിരിക്കുകയായിരുന്നു ആകാശം, മേഘാവൃതമായിരുന്നു. വെളിച്ചം എന്ന് പറയുന്ന സാധനം വളരെ വളരെ ഒരു മങ്ങിയ വെളിച്ചമാണ്. ഇപ്പൊ പ്രഭുപാദ് ഒരു ചെയറിൽ ഇതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആ ജനലയ്ക്ക് മുമ്പിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് എല്ലാവരും നോക്കിയിരിക്കെ ആ മേഘങ്ങള് ചെറിയൊരു വിടവ് വഴി കൊടുത്ത് അതിൽ നിന്ന് സൂര്യന്റെ ചെറിയൊരു കിരണം അത് നേരെ ഈ ജനലിലൂടെ വന്ന് പ്രഭുപാദിന്റെ മേലിൽ മാത്രം അത് ഇങ്ങനെ വീഴുകയാണ്. മനസ്സിലൊന്ന് സങ്കല്പിക്കുക, ആ ഒരു ചിത്രം മനസ്സിൽ കാണുക. സോ ആ ജനലിലൂടെ ജസ്റ്റ് ഒരു ചെറിയൊരു സ്ട്രീക്ക് ഓഫ് ഷാഫ്റ്റ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത്, അത് നേരെ വന്ന് പ്രഭുപാദിന് മാത്രം സ്പോട്ട് ലൈറ്റ് ചെയ്യുന്ന പോലെ അവിടേക്ക് വീഴുകയാണ്. സോ പ്രഭുപാദിന് ചാൻറ്റ് ചെയ്യാണ്, ആൻഡ് ഡിവോട്ടീസ് ഒക്കെ പ്രഭുപാദിന് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അവിടെ അത്ര ഒരു സംസാരമോ അതൊന്നുമില്ല, ഒരു ശാന്തമായ ഒരു മുഹൂർത്തം, ഒരു നിമിഷം. ഈ ലൈറ്റ് പ്രഭുപാദിന്റെ മുകളിൽ വന്ന് വീണപ്പോ എല്ലാ ഡിവോട്ടീസ് ഇങ്ങനെ നോക്കിയിട്ട് പറയാതെ പറയാണ്, ഒരു എന്തോ ഒരു അത്ഭുതം നടക്കുകയാണ് എന്നുള്ള രീതിയിൽ പ്രഭുപാദിന്റെ മുകളിൽ മാത്രം സൂര്യപ്രകാശം വീഴുന്നു. സോ പ്രഭുപാദ് ഓഫ്കോഴ്സ് സൂര്യൻ പ്രകാശം വീഴുന്ന പ്രഭുപാദിന് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത് ഭക്തന്മാർ എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളത് പ്രഭുപാദിന് പിടികിട്ടി. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, യെസ്, യു സീ ദിസ് സൺലൈറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദ് പറയാണ്, സം ഡേ you all will also feel this sunlight like your lovers embrace എന്ന് പ്രഭുപാദ് പറഞ്ഞു. അതായത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ആലിംഗനം പോലെ നമുക്ക് അത് ഈ ഒരു സൂര്യപ്രകാശത്തെ അനുഭവവേദ്യമാകുന്ന ദിവസം നിങ്ങൾക്കും താമസിയാതെ വരും എന്ന് പ്രഭുപാദ് ഒരു അനുഗ്രഹമായിട്ട് പറഞ്ഞതാണ്. സോ എന്താന്ന് വെച്ചാല് ഒരു ബ്രഹ്മപ്രകാശമാണെങ്കിലും സൂര്യപ്രകാശമാണെങ്കിലും ഒരു പ്യുവർ ഡിവോട്ടി, ഒരു ഭക്തനെ സംബന്ധിച്ച് അതൊക്കെ ഭഗവാനുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ, ഭഗവാന്റെ ഒരു റെസിപ്രോക്കേഷന്റെ സൂചനയായിട്ടാണ് അവര് കാണുന്നത്. റൈറ്റ്? സോ അതായത് പ്രകാശത്തെ കാണുമ്പോഴും ആ പ്രകാശത്തിന്റെ സ്രോതസ്സിന്റെ ഓർമ്മയാണ് ശില പ്രഭുപാദിന് വരുന്നത്.
അതാണ് ഒരു ഭക്തന്റെ ലക്ഷണം. റൈറ്റ്? വെരി നൈസ് പാസ്റ്റ്. എനിക്ക് വളരെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാസ്റ്റ്യമാണ്. സോ ശ്ലോക 13 പ്രഭുപാദ് പറയുന്നു, നമ്മുടെ നഗ്നനേത്രങ്ങൾക്ക് സൂര്യപ്രകാശത്തെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ, പക്ഷെ അതിന് പുറകിലുള്ള സൂര്യദേവനെ കാണാൻ നഗ്നനേത്രങ്ങൾ കൊണ്ട് സാധിക്കില്ല. അതേപോലെ ഒരു രീതിയിൽ പറഞ്ഞാല് നഗ്നമായ നമ്മുടെ അല്ലെങ്കിൽ ഗ്രോസ് ഇന്റലിജൻസ്, വളരെ സ്ഥൂലമായ നമ്മുടെ ബുദ്ധി വെച്ചിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ സൺലൈറ്റിനെ പോലെ ബ്രഹ്മൻ ലൈറ്റിനെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. സൺ ഗോഡിനെ കാണാൻ സാധിക്കാത്തതുപോലെ ബ്രഹ്മൻ ഗോഡിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. റൈറ്റ്? സോ സൺലൈറ്റും സൺ ഗോഡും കാണുന്നവരാണ് യഥാർത്ഥത്തിൽ പൂർണ്ണ ദർശനമുള്ളവര്. അതേപോലെ തന്നെ ബ്രഹ്മൻ ലൈറ്റിനെ മാത്രം കണ്ടാൽ പോരാ, അതിന് പുറകിലുള്ള ബ്രഹ്മൻ ഗോഡ്, റൈറ്റ്? പരംബ്രഹ്മ പരംധാമ പവിത്രം പരമം ഭവാൻ, കൃഷ്ണനെയും കാണണം. പക്ഷേ ബ്രഹ്മാവിന് കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് ആ പ്രകാശത്തെ മാത്രമല്ല അതിന് പുറകിലുള്ള കൃഷ്ണനെയും കാണാൻ സാധിച്ചു. അതുകൊണ്ട് അദ്ദേഹം ബ്രഹ്മസംഹിതയിൽ യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡ കോടി കോട്ടിശ്വശേഷ വസുധാതി വിഭൂതി ഭിന്നം തദ് ബ്രഹ്മ നിഷ്കലം അനന്തം അശേഷഭൂതം. ലാസ്റ്റ് എന്താണ് പറഞ്ഞത്? ഗോവിന്ദമാദിപുരുഷം. ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. സോ നമ്മള് തിരുവട്ടാറ് ആദികേശവ ക്ഷേത്രത്തിൽ പോയി വന്നിട്ട് കുറെ നാളായില്ല. അവിടെ വെച്ച് നമുക്ക് ബ്രഹ്മസംഹിത ചൊല്ലാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ജസ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ചാപ്റ്റർ നമ്പർ നോക്കിയാൽ 5-ാം അധ്യായത്തിലെ 40-ാം ശ്ലോകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആക്ച്വലി ബ്രഹ്മസംഹിതയ്ക്ക് 100 അധ്യായങ്ങളുണ്ട്. അതിലെ 5-ാം അധ്യായം മാത്രമാണ് ചൈതന്യ മഹാപ്രഭു തിരുവട്ടാറ് ആദികേശവ ക്ഷേത്രത്തിൽ നിന്ന് എടുത്തുകൊണ്ടുവന്നത്. കാര്യം ഈ 5-ാം അധ്യായത്തിലാണ് പ്രത്യേകിച്ചും ഗൗഡീയ വൈഷ്ണവ പരമ്പരയെ സംബന്ധിച്ചുള്ള ഏറ്റവും നിർണായകമായ, ഏറ്റവും ആഴത്തിലുള്ള സിദ്ധാന്തങ്ങൾ ഈ 5-ാം അധ്യായത്തിലാണുള്ളത്. ബാക്കി ഇനിയും 99 അധ്യായങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയില്ല. സോ ജ്ഞാനികള് അവരുടെ തന്നെ പരിശ്രമം കൊണ്ട്, അവരുടെ ബുദ്ധിയും പരിശ്രമവും കൊണ്ട് ബ്രഹ്മൻ വരെ എത്തുന്നുണ്ട്. പക്ഷെ അതിനു മുകളിൽ, അതിന് അപ്പുറം കാണണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം വേണം. ജസ്റ്റ് 1 മിനിറ്റ് തരണേ, ഒന്ന് പോകാൻ. ഹരേ കൃഷ്ണ. സോ ഓക്കെ, ഇനി പരമാത്മാവിനെ കുറിച്ചാണ്. ഇവിടെ മറ്റൊരു ഉപമ പറയുന്നുണ്ട്. അതായത് ഒരു സൂര്യൻ എങ്ങനെ എണ്ണമറ്റ രത്നങ്ങളില് പ്രതിഫലിക്കുന്നുവോ അതേപോലെ തന്നെ ആ ഒരു ഭഗവാൻ ഗോവിന്ദൻ ഇത്രയും ജീവജാലങ്ങളുടെ ഹൃദയത്തില് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നു എന്നൊരു എക്സാമ്പിൾ, ഒരു അനാലജി, കമ്പാരിസൺ പറയുന്നു. നമ്മൾ നോക്കിയാല് ഒരു ഹൃദയത്തിന്റെ ഒരു അണുവിന്റെ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ജീവിക്കുന്ന ജീവാത്മാക്കളുടെ ഹൃദയത്തിൽ മാത്രമാണോ, ജീവിക്കുന്ന ശരീരങ്ങളുടെ ഹൃദയത്തിൽ മാത്രമാണോ ഭഗവാൻ ഉള്ളത്, പരമാത്മാവുള്ളത്, അതോ ജീവനില്ലാത്ത ആറ്റംസ്, അണുക്കള്, ജഡ വസ്തുക്കളിലും പരമാത്മാവ് ഉണ്ടോ എന്നുള്ളതിന് ഉത്തരം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എല്ലായിടത്തും ഉണ്ട്. ഒരു ആറ്റം, ഒരു അണു തന്നെ കറക്റ്റായിട്ട് അത് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അതിനകത്ത് ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് പ്രഭുപാദ് പറയുന്നത്. ആത്മാവില്ലെങ്കിൽ ശരീരം പ്രവർത്തിക്കില്ല, അല്ലേ? വേറൊരു പ്രഭുപാദ് തന്നെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു വിത്ത് എടുത്തു, നമ്മളൊരു മാങ്ങയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പയറുവർഗത്തിൻ്റെയോ എന്തെങ്കിലും വിത്ത് എടുത്തിട്ട് അതിനെ നമ്മളൊന്ന് ചൂടിട്ടിട്ട് അടുപ്പത്തിട്ട് നമ്മൾ വറുത്തെടുത്തു എന്നിരിക്കട്ടെ, ചീനച്ചട്ടിയിലിട്ട് നമ്മൾ അതിനെ വറുത്തെടുത്തു. അത് കഴിഞ്ഞാൽ അത് നട്ടു കഴിഞ്ഞാൽ വളരില്ല. കാര്യം അവിടെ ആത്മാവിന് വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ആൻഡ് അതിനുശേഷം ആ ശരീരം പിന്നെ അതിനെ നമുക്ക് വളർത്താൻ സാധിക്കില്ല, പ്രവർത്തിക്കാൻ സാധിക്കില്ല, ചലിപ്പിക്കാൻ സാധിക്കില്ല.
അപ്പൊ അതുപോലെ തന്നെ ഓരോ അണുവിനകത്തും ഓരോ ആറ്റത്തിനകത്തും നമുക്കറിയാം എന്തോരം മൂവ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട്. ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കുന്നു. അതിന്റെ ഫിലോസഫിയിൽ അതിന്റെ സയൻസിലേക്ക് പോകുന്നില്ല. പക്ഷെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോഴ്സസ് ഉണ്ട്. അതൊക്കെ പരമാത്മാവിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭക്തിവേദാന്ത ഇൻസ്റ്റിറ്റ്യൂട്ടില് കുറെ റിസർച്ച് അവർ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇതേ കാര്യം തന്നെ ഭഗവാൻ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട്. എന്താണ്? അഥവാ ബഹുനൈതേന കിംജ്ഞാതേന തവാർജുന വിഷ്ടഭ്യാഹം ഇതം കൃത്സ്നം ഏകാംശേന സ്ഥിതോ ജഗത്. ഈ ഭൗതിക ലോകം മുഴുവനും എൻ്റെ ഒരൊറ്റ അംശം കൊണ്ടാണ് ഞാൻ നിലനിർത്തുന്നത് എന്ന് കൃഷ്ണൻ പറയുന്നു. ആ ഒറ്റ അംശം ഏതാണ്? പരമാത്മാവിനെയാണ് ഭഗവാൻ അവിടെ പറയുന്നത്. പിന്നെ ഇത് തൽക്കാലം വിടാം. ഭഗവാൻ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ തന്നെയാണ് ഗൗരാംഗൻ. ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് കൃഷ്ണന്റെ പ്രകാശ രൂപമോ വിലാസ, നമ്മൾ കുറെ ഇതൊക്കെ ലാസ്റ്റ് ടൈം നമ്മൾ കണ്ടായിരുന്നു. പ്രകാശ എന്ന് വെച്ചാൽ എന്താണ്, വിലാസ അതൊന്നുമല്ല, സാക്ഷാൽ സ്വയം ഭഗവാൻ തന്നെയാണ് ഗോവിന്ദൻ, ഗൗരാംഗൻ. കൃഷ്ണൻ തന്നെയാണ് ചൈതന്യ മഹാപ്രഭു 100% എന്ന് വീണ്ടും വീണ്ടും പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു. അതിന് കുറേ ശാസ്ത്രിക് റെഫറൻസസ് ഒരു പർപ്പോട്ടിൽ കുറേ അങ്ങനെ കോട്ട് ചെയ്തിട്ടുമുണ്ട്. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു, ജ്ഞാനയോഗം ബ്രഹ്മത്തിലേക്കും അഷ്ടാംഗയോഗം പരമാത്മാവിലേക്കും ഭക്തിയോഗം ഭഗവാൻ സാക്ഷാത്കാരത്തിലേക്കും ഒരാളെ കൊണ്ടെത്തിക്കുന്നു എന്ന് പറയുന്നു. അതിന് തന്നെ ഒരു ലോജിക്കായിട്ട് പ്രഭുപാദ് മറ്റൊരു കാര്യം പറയുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലേക്ക്, ഒരു പ്ലാനറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ, ഇപ്പൊ ചൊവ്വയിലേക്ക് നമുക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പറയുന്നത് ചൊവ്വയിൽ ഭയങ്കര കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എന്ന് പറയാറുണ്ട്. അതേപോലെ ഇതൊക്കെ എത്ര സത്യമാണെന്ന് അറിയില്ല, പക്ഷെ വ്യാഴം ജൂപ്പിറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സൾഫർ ഡൈ ഓക്സൈഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഗ്യാസ് ആണ് അതിനകത്ത് നിറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് അത് നമുക്ക് ശ്വസിക്കാൻ സാധിക്കില്ല, നമുക്ക് അവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. എന്തായാലും ഏത് ഗ്രഹത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിലും അവിടുത്തെ അന്തരീക്ഷത്തോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ശരീരവും ഇന്ദ്രിയങ്ങളും നമുക്ക് ആവശ്യമുണ്ട്. റൈറ്റ്? നമ്മൾ അത്രയും മറ്റ് ഗ്രഹങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മളെ വെള്ളത്തിൽ പിടിച്ചിട്ടാൽ നമ്മൾ മുങ്ങും. പക്ഷെ വെള്ളത്തിനകത്തിരിക്കുന്ന ജലജന്തുക്കളുണ്ട്, അവർക്ക് ആ അന്തരീക്ഷമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ, നമ്മളെ പോലുള്ള ശ്വാസകോശമല്ല. നമുക്ക് ലങ്സ് ആണെങ്കിൽ അവർക്ക് എന്താ പറയുക, ഗിൽസ് എന്ന് പറയും അല്ലെ? അവർക്ക് വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുത്ത് അതിനെ പുറത്ത് കളയാൻ പറ്റുന്ന രീതിയിലൊക്കെ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിന് ഒത്ത ശരീരം ആവശ്യമുണ്ട്. അപ്പൊ അതേ വെച്ചിട്ട് ലോജിക്ക് വെച്ച് പ്രഭുപാദ് പർപ്പട്ടിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഭഗവത് ധാമത്തിലേക്ക് എത്താനും ഭഗവാനെ കാണണമെങ്കിൽ ഭഗവത് ധാമത്തിന് അന്തരീക്ഷത്തിന് അനുസരിച്ചുള്ള നമുക്ക് ഇന്ദ്രിയങ്ങൾ ആവശ്യമുണ്ട്, ദിവ്യമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ ആവശ്യമുണ്ട്, ഭക്തി വിലോചനം ആവശ്യമുണ്ട് എന്ന് പറയുന്നു. നല്ലൊരു ലോജിക്കായിട്ട് തോന്നിയത്. റൈറ്റ്? സെയിം തിങ്. ഓക്കെ, എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടോ ഈ വിഷയത്തെ കുറിച്ച്? ഹരേഷ്ണ പ്രഭു. ഓക്കെ, പ്രഭു ഹരേഷ്ണ, പറയുന്നു. കഴിഞ്ഞൊരു ബ്രഹ്മന്റെ അവിടെ പറഞ്ഞപ്പോ എല്ലാം ബ്രഹ്മനിൽ എന്നൊരു 2 സ്ലൈഡ് പുറകോട്ട് പോകുമ്പോൾ ഒരു ഇത് പറഞ്ഞില്ല പ്രഭു? അതായത് അതെ, ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഓൾ ക്രിയേഷൻ, ലിവിങ് ബീയിങ്സ് ഇൻ ട്രാൻസ് റെസ്റ്റ് ഹിയർ എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് നമ്മളുടെ ഇതാണോ അവിടെ ഉദ്ദേശിക്കുക? അതായത് ഒരു ഡിവാസ്റ്റേഷൻ ഒക്കെ കഴിയുമ്പോൾ അല്ലെ അനിലേഷൻ കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഒരു സ്ഥലത്ത് നിൽക്കും എന്ന് പറയില്ല നമ്മള്, മഹത്തത്വം പ്രധാന പറയുന്നില്ല, അതുപോലെയാണ് ഉദ്ദേശിക്കുന്നത്? അതെ അതെ. അതായത് ഭഗവാൻ ആ റെസ്റ്റ് എടുക്കുന്ന ആ സമയത്ത് എല്ലാം മറ്റേ അനിലേഷൻ എല്ലാം നടന്നു കഴിയുമ്പോൾ എല്ലാം ഒരു സ്ഥലത്ത് ഒരു ക്ലൗഡായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ ഭാഗവതത്തില്. അതെ അതെ അതേപോലെ തന്നെയാണല്ലേ ഇത് ഉദ്ദേശിക്കുന്നത് അല്ലെ? അതെ. അതിന്റെ ആ സെന്റൻസ് ഞാനൊന്ന് നോക്കാം, പെട്ടെന്ന് നോക്കിയിട്ട് കിട്ടുന്നില്ല. 10-ലാണ് ഞാൻ അതിന്റെ ഒപ്പം നോക്കി ഇവിടെ. അത് നോക്കാം, അതൊന്ന് ഈ 10ന്റെ പർപ്പോട്ടിൽ എവിടെയോ ഉണ്ട്, അത് നോക്കാം.
സോ നമുക്ക് ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാം. ഹരീഷ്. ലാസ്റ്റ് പാർട്ട് പറയുന്നത് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി, റൈറ്റ്? ആദ്യം നമ്മൾ നോക്കിയ പോലെ ആദ്യം ഭഗവാൻ എന്നുള്ളത് ബ്രഹ്മനും പരമാത്മാവിനും ഉപരിയാണെന്നുള്ളത് ഇത്രയും ശ്ലോകങ്ങൾ കൊണ്ട് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൃഷ്ണൻ നാരായണനും ആ ഭഗവാന്റെ രൂപങ്ങളിൽ വെച്ച് തന്നെ കൃഷ്ണനാണ് ഏറ്റവും സുപ്രീം എന്നുള്ളത് നമ്മൾ കാണാൻ പോകുന്നു. കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോവാം. നാരായണനും കൃഷ്ണനും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത്. സോ ഇത് പറയുന്നു, ഒരേ വ്യക്തിത്വമാണെങ്കിലും പല രൂപങ്ങളാണെന്ന് പറയുന്നു. 2 കൈയുള്ള രൂപവും 4 കൈയുള്ള രൂപവും എന്ന് ഈ ശ്ലോകത്തിൽ പറയുന്നു. പിന്നെ ഈ 30ാമത്തെ ശ്ലോകത്തില് ബ്രഹ്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു കൃഷ്ണൻ നാരായണന്റെ സ്രോതസ്സാണെന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. 30ാമത്തെ ശ്ലോകം, നാരായണസ്ത്വം നഹി സർവദേഹിനാം നാരായണോംഗം. ആ നാരായണൻ അങ്ങയുടെ സമഗ്ര അംശവുമാകുന്നു എന്ന് വിവർത്തനത്തിൽ വരുന്നുണ്ട്. അപ്പോ ബ്രഹ്മാവ് പറയുന്നു, അല്ലയോ ഭഗവാനെ, അങ്ങ് നാരായണന്റെയും സ്രോതസ് അങ്ങാണെന്ന് പറയുന്നു. അപ്പോ അതിന് മറുപടി ഭഗവാൻ പറയുന്ന ഒരു മറുപടി എന്താന്ന് വെച്ചാല്, അല്ല, എന്നിട്ട് അത് പറയാൻ കാരണം എന്താണ്? ഇപ്പൊ ബ്രഹ്മവിമോഹന ലീല കഴിഞ്ഞിട്ടാണ് ഈ 10ാം അധ്യായം, 10ാം സ്കന്ധം 14ാം അധ്യായം എന്ന് പറയുന്നത് ബ്രഹ്മവിമോഹന ലീലയാണ്. ബ്രഹ്മാവ് ഭഗവാന്റെ ഗോപന്മാരെയും പശുക്കിടാങ്ങളെയൊക്കെ മോഷ്ടിച്ച ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. അപ്പോ ബ്രഹ്മാവിന് അദ്ദേഹത്തിന്റെ തെറ്റ് മനസ്സിലായി. അപ്പോ അതുകൊണ്ട് ബ്രഹ്മാവ് ഭഗവാനെ പുകഴ്ത്തിയ ശേഷം പറയുന്നു, ഞാൻ അങ്ങയുടെ നാഭിയിൽ നിന്നുള്ള കമലത്തിൽ ജനിച്ച വ്യക്തിയാണ്, അല്ലെ? നാഭി കമല ജാതനാണ് ഞാൻ. അതുകൊണ്ട് അങ്ങാണ് എൻ്റെ പിതാവും മാതാവും. ഒരു മാതാപിതാക്കൾ എങ്ങനെയാണോ മക്കളെ അവരുടെ തെറ്റുകളൊക്കെ ക്ഷമിച്ച് പുറത്ത് മുന്നോട്ട് പോകുന്നത്, അതുപോലെ തന്നെ അങ്ങയുടെ മകനെ ദയവായിട്ട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഇവിടെ ശ്രീകൃഷ്ണനോട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ ഭഗവാൻ തിരിച്ചങ്ങോട്ടൊരു ചോദ്യം, ഞാൻ നാരായണനോ? ഞാനൊരു വെറും ഗോപബാലനല്ലേ എന്നത് ഭഗവാൻ അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം. അപ്പൊ ബ്രഹ്മാവ് പറയാണ്, ഞാനും അങ്ങനെ തന്നെയാ വിചാരിച്ചുകൊണ്ടിരുന്നത്, റൈറ്റ്? അങ്ങനെ വിചാരിച്ചതിനുള്ള നല്ലൊരു പണി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. അത് ഇഷ്ടംപോലെ ഞാനത് അനുഭവിച്ചും കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ, ഭഗവാൻ കൃഷ്ണ താങ്കൾ പറഞ്ഞാൽ പോലും ആ തെറ്റ് ഞാൻ ഇനി ചെയ്യില്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് പറയുകയാണ്. ഒരു പ്രാവശ്യം അനുഭവിച്ചത് മതി. എന്നിട്ട് ബ്രഹ്മാവ് തിരിച്ച് സ്ഥാപിക്കുകയാണ്, കൃഷ്ണൻ തന്നെയാണ് ആദിനാരായണൻ എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നു. അതിന് ചില ഉദാഹരണങ്ങളോട് പറയുന്നു, ഉപമകൾ പറയുന്നു. എങ്ങനെയാണോ മൺപാത്രങ്ങൾക്ക് ഭൂമിയാണ് അതിൻ്റെ നിദാനവും ആശ്രയവും. നിദാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് കോസ്, റൈറ്റ്? മൂലകാരണം. മണ്ണുണ്ടെങ്കിലേ മൺപാത്രങ്ങളുള്ളൂ. അതേപോലെ തന്നെ ആശ്രയവും, ഈ മൺപാത്രങ്ങളൊക്കെ അവസാനം മണ്ണോട് ചേരും, ഇല്ലേ? അവസാനം അത് തിരിച്ചെത്തുന്നതും മണ്ണിലേക്ക് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ നിദാനവും ആശ്രയവും. അതുപോലെ എല്ലാ ജീവാത്മാക്കൾക്കും നാര അയന. നാര എന്ന് വെച്ചാല് എല്ലാ ജീവാത്മാക്കളുടെയും ഒരു ടോട്ടാലിറ്റി, റൈറ്റ്? അഗ്രിഗേറ്റ്. അയന എന്ന് വെച്ചാൽ റെഫ്യൂജ്. അത് പർപ്പട്ടിൽ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ആണിത്. സോ നിദാനവും ആശ്രയവും, എല്ലാ ജീവാത്മാക്കൾക്കും നിദാനവും അതാണ് നാര. നാരാവിൽ നിന്നാണ് എല്ലാ ജീവാത്മാക്കളും വരുന്നത്, റൂട്ട് കോസ്. അതേപോലെ അയനം, ആശ്രയവും ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് നാരായണൻ എന്നുള്ള പേര് വന്നു. അതിനുശേഷം പറയുന്നു, ഇനി കൃഷ്ണന്റെ കാര്യമോ? കൃഷ്ണനാണ് 3 പുരുഷാവതാരങ്ങളെയും, മഹാവിഷ്ണു, ഗർഭോദകശായി, ക്ഷീരോദകശായി, ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതും നിലനിർത്തുന്നതും കൃഷ്ണനാണ്. കൃഷ്ണന്റെ ശക്തി അവരുടെ ശക്തിയേക്കാൾ കൂടുതലാണ്, അധികമാണെന്ന് ബ്രഹ്മാവ് പ്രത്യേകം എടുത്ത് പറയുന്നു.
പിന്നെ അത് കഴിഞ്ഞ് പറയുന്നു എല്ലാ ഭൗതിക ലോകത്തിലും ആധ്യാത്മിക ലോകങ്ങളിലുമാണെങ്കിലും എല്ലാ ആത്മാക്കളുടെയും പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നത് കൃഷ്ണനാണെന്ന് പറയുന്നു. അഖില ലോക സാക്ഷി, റൈറ്റ്? ഓൾ ബീയിങ്സ് എന്ന് വെച്ചാൽ വിഷ്ണു തത്വങ്ങളുടെയും പറയുകയാണ്. ജീവാത്മാക്കൾ മാത്രമല്ല, എല്ലാറ്റിനും അഖില ലോക സാക്ഷിയായി നിൽക്കുന്നത് കൃഷ്ണനാണ്. കൃഷ്ണനെ മൂലനാരായണൻ എന്നും ബ്രഹ്മാവ് വിളിക്കുന്നു. എന്നിട്ടും കൃഷ്ണൻ പറയുന്നു, എനിക്കിതൊട്ടും മനസ്സിലാവുന്നില്ലല്ലോ. താങ്കൾ നാരായണനെ കുറിച്ചാണ് പറയുന്നത്. നാരായണൻ കാരണ സമുദ്രത്തിലുള്ള എല്ലാവരുടെയും ഹൃദയത്തിനകത്തിരിക്കുന്ന ആ നാരായണനെ കുറിച്ചല്ലേ ബ്രഹ്മാവെ താങ്കൾ പറയുന്നതെന്ന് പറഞ്ഞ് കൃഷ്ണൻ വീണ്ടും ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇന്നസെന്റ് ആയിട്ട് അങ്ങോട്ട് പറയുകയാണ്. അപ്പൊ ബ്രഹ്മാവ് പറഞ്ഞു, ഇല്ല, ഈ കളി എന്നോട് വേണ്ട. അതെ, ആ നാരായണൻ അങ്ങയുടെ അംശമാണ്, ഇത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് ഇത് സത്യം 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 എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവ് അത് സ്ഥാപിച്ചെടുക്കും. റൈറ്റ്? സോ ബ്രഹ്മാവിന് ഒരു പ്രാവശ്യം വിമോഹിപ്പിച്ചു കഴിഞ്ഞു, ഇനിയും വിമോഹിപ്പിക്കരുതേ എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മാവിന്റെ ഒരു പ്രാർത്ഥനയോടെ അദ്ദേഹം വീണ്ടും വീണ്ടും ശാസ്ത്ര അടിസ്ഥാനത്തില് കൃഷ്ണനാണ് ആദിനാരായണൻ എന്നുള്ളത് സ്ഥാപിച്ചെടുക്കുകയാണ്. ഇനി കഴിയാറായി. സോ ഇനി പറയുന്നത് ബ്രഹ്മാവിന്റെ ഇതേ കാര്യം. പക്ഷെ ഹരേ കൃഷ്ണ, അതൊന്ന് ഫസ്റ്റ് ശ്ലോകമില്ലേ, ഫസ്റ്റ് അതിലെ തൊട്ടുമുതൽ അതൊന്നും കൂടെ പറഞ്ഞുതരാൻ പറ്റും? 36 to 39. 36 to 39. 36 എടുത്തു കഴിഞ്ഞാല് 37ലാണ് ഇത് പറയുന്നത്. ഞാനത് അങ്ങനെ തന്നെ വായിക്കാം. 37ന്റെ വിവർത്തനം: മൺപാത്രങ്ങളുടെ മൂലകാരണം മണ്ണായിരിക്കുന്നത് പോലെ ജീവജാലങ്ങളുടെ കാരണവും ആശ്രയവും അങ്ങാകുന്നു. രണ്ട് വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ശ്ലോകത്തില്. അടുത്ത ശ്ലോകം കൂടെ വായിക്കാം. 38. നാര ശബ്ദേ കഹേ സർവ ജീവേര നിശ്ചയ അയന ശബ്ദേത്തെ കഹേ താഹാര ആശ്രയ. വിവർത്തനം: നാര എന്ന വാക്ക് ജീവജാലങ്ങളെ മൊത്തമായും അയനം എന്ന വാക്ക് അവയുടെ എല്ലാം ആശ്രയത്തെയും പ്രതിപാദിക്കുന്നു. ആകയാൽ അങ്ങ് മൂലനാരായണനാണ്, ഇതാണ് ഒരു കാരണം. സോ ഇവിടെ ഉപമ പറയുന്നത് മൺപാത്രങ്ങൾക്ക് ഒരു സ്രോതസ് ഉണ്ടാവണമല്ലോ. അതേതാണ്? മണ്ണാണ്. ഇനി അതിനൊരു ആശ്രയം ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൺപാത്രങ്ങൾ അതിന്റെ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് പോയി ചേരുന്നു, മണ്ണിനോട് ചേരുന്നു. റൈറ്റ്? അപ്പൊ അങ്ങനെ നോക്കുമ്പോഴേക്കും നിദാനവും ആശ്രയവും മൺപാത്രങ്ങൾക്ക് മണ്ണാണ്. അതേപോലെ തന്നെ എല്ലാ ജീവാത്മാക്കൾക്കും അതിന്റെ സ്രോതസ്സും നാരായണനാണ്, അതിന്റെ ആശ്രയവും നാരായണനാണ്. ഈ സ്രോതസ് എന്നുള്ളതിന് നാര എന്നും ആശ്രയം എന്നുള്ളതിന് അയന എന്നുള്ള വാക്കും ചേർന്നിട്ടാണ് നാരായണ എന്നുള്ളൊരു വാക്ക് വന്നിരിക്കുന്നതെന്ന് പ്രഭുപാദ് പർപ്പട്ടില് ആ ശ്ലോകത്തിൽ തന്നെ അങ്ങനെ പറയുന്നു. ക്ലിയർ ആണോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പക്ഷെ ആ നാരായണൻ കൃഷ്ണന്റെ അംശമാണെന്നുള്ളത് ബ്രഹ്മാവ് പിന്നീട് പറയുന്നു. പ്രഭു ഹരേ കൃഷ്ണ. നാര എന്താണെന്ന് പ്രഭു പറഞ്ഞത് ഇപ്പോ? നാര എന്ന് പറഞ്ഞാൽ പറഞ്ഞു. അഗ്രിഗേറ്റ് ഓഫ്. അങ്ങനെയാ പറഞ്ഞേക്കണേ. അഗ്രിഗേറ്റ് ആണ്. എല്ലാ ജീവജാലങ്ങളെ മൊത്തമായും എഴുതിയിരിക്കണേ പ്രഭു. അല്ല, നമുക്ക് ഇത് വേണമെങ്കിൽ നോക്കാം. അതിലേക്ക് വരാം. ഇത് കഴിഞ്ഞിട്ട് നോക്കാം. എനിവേ, മുന്നോട്ട് പോവാമോ? പ്രഭു, ഒരു സംശയം കൂടിയുണ്ട്. നാരായണൻ എങ്ങനെയാണ് കൃഷ്ണന്റെ എന്ത് വൈഭവങ്ങളാണ് ആദ്യം പറഞ്ഞത്? പ്രകാശ വൈഭവമാകുന്നത്. അങ്ങനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? കാരണം ബലരാമൻ പോലും വിലാസ വൈഭവമാണ്. നിറം മാറുന്നത് കൊണ്ട്
നാരായണൻ എങ്ങനെയാണ് പ്രഭാവ വൈഭവമാകുന്നത് പ്രഭു? എങ്ങനെയാ മനസ്സിലാക്കേണ്ടത് അതിന്? എവിടെയാണ് തോന്നുന്നത്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചത്തെ നോട്ടിൽ പ്രഭു പ്രഭാവ വൈഭവത്തിൽ നാരായണനുണ്ട്. അവിടെ ഞാൻ വായിച്ചേന്ന് എനിക്ക് തോന്നണം. അല്ല, വൈഭവ വിലാസം എന്നാണ് എഴുതിയത്. എന്താ? നമുക്കിത് അല്ല, കഴിഞ്ഞിട്ട് പ്രകാശ നോക്കാം. വൈഭവവും വിലാസ വൈഭവവും രണ്ടെണ്ണമാണല്ലോ ഉള്ളത്. നമുക്കത് കുറച്ച് ഇത് കഴിഞ്ഞിട്ടൊന്ന് നോക്കിയാലോ? പിന്നെ ഓക്കെ. സ്വലിപ്പ് തീരാറായി. നമുക്ക് ബ്രഹ്മാവ് തുടർന്ന് പറയുന്നു. ഒരു മിനിറ്റ്. ബ്രഹ്മാവ് തുടർന്ന് പറയുന്നു. ശ്ലോക ഇപ്പൊ പരമാത്മാവിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, അല്ല, ഈ ഒരു ഭാഗം ഇനി പരമാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് 3 പുരുഷ ഫോംസ് ഓഫ് നാരായണ: കാരണോദകശായി, ഗർഭോദകശായി, ക്ഷീരോദകശായി. പ്രഭുപാദ് ഈ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്, കാരണോദകശായി വിഷ്ണു എന്ന് പറഞ്ഞാല് എല്ലാ പ്രപഞ്ചങ്ങളുടെയും എന്താ പറയാ, ആ ശ്ലോകം ഏതാണ്? യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡ കോടി കോടിശ്വശേഷ വസുധാതി വിഭൂതി ഭിന്നം. അപ്പോ അല്ല, അതല്ലല്ലോ. യക്കാരണാർണവജലേ ഭജതി സ്മ യോഗ നിദ്രാം അനന്ത ജഗദണ്ഡ. ഈ അനന്ത ജഗദണ്ഡങ്ങളുടെയും പരമാത്മാവാണ് കാരണോദകശായി വിഷ്ണു. ഈ അഗ്രിഗേറ്റ് ഓഫ് ഓൾ ജീവാസിന് വേറൊരു പേരാണ് ഹിരണ്യഗർഭ. ഹിരണ്യഗർഭത്തിന്റെ പരമാത്മാവാണ് ഗർഭോദകശായി വിഷ്ണു. അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ വ്യക്തി ആത്മാക്കളുടെ പരമാത്മാവാണ് ക്ഷീരോദകശായി വിഷ്ണു എന്ന് പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു. അതെങ്ങനെയാണ് 3 പരമാത്മാക്കൾ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരമാത്മാ എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ ആണ്. ഇപ്പോ 3 സൂപ്പർ സോൾസ് ബൈ ജൂറിസ്ഡിക്ഷൻ. ഉദാഹരണത്തിന് പ്രസിഡന്റ് എന്നുള്ള വാക്ക്, നമ്മളൊരു ഉദാഹരണം എടുക്കാം. പ്രസിഡന്റ് എന്നൊരു വാക്ക്, ആ വാക്കുകൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഇല്ല, അല്ലേ? ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആവാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് ആവാം, അല്ലെങ്കിൽ മേ ബി യുണൈറ്റഡ് നേഷൻസിന്റെ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റ് ആവാം. ഇതിനൊക്കെ പേര് പ്രസിഡന്റ് എന്നാണെങ്കിലും അതിന്റെ പ്രസിഡന്റ് ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ പറയണം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം പ്രസിഡന്റ് ആണ്, പക്ഷെ എല്ലാം ഒന്നല്ല എന്ന് പറയുന്നത് പോലെ സൂപ്പർ സോൾ എന്ന് പറയുന്നത് ഇപ്പൊ പ്രസിഡന്റ് പോലെ നമ്മൾ പ്രസിഡന്റ് സ്ഥാനത്ത് സൂപ്പർ സോൾ ഇട്ട് കഴിഞ്ഞാൽ പല നിലവാരത്തില് പല രൂപങ്ങൾ സൂപ്പർ സോൾ ആവും. എല്ലാ പ്രപഞ്ചങ്ങളും മൊത്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ജഗദണ്ഡ കോടികൾ, അഖിലാണ്ട കോടികൾ എടുത്തു കഴിഞ്ഞാൽ കാരണോദകശായി മഹാവിഷ്ണുവാണ് അതിന് പരമാത്മാവ്. ഹിരണ്യ ഗർഭന് ഗർഭോദകശായി വിഷ്ണു. ഒരു ബ്രഹ്മാണ്ടത്തിനകത്തുള്ള എല്ലാ ജീവാത്മാക്കൾക്കും ഗർഭോദകശായി വിഷ്ണു. പിന്നെ ക്ഷീരോദകശായി വിഷ്ണു ഓരോ ഹൃദയത്തിലും നമ്മുടെ കൂടെ ഇരിക്കുന്നത് ക്ഷീരോദകശായി വിഷ്ണു. ഓക്കെ. ആൻഡ് ഓൾ 3 പുരുഷ ഫോംസ്, ഈ 3 രൂപങ്ങളും മായയായിട്ട് സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നത്, മായയുടെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ഭഗവാന്റെ ശക്തിയാണെങ്കിൽ പോലും അവര് സ്പർശിക്കപ്പെടുന്നില്ല. വിഷ്ണു തത്വങ്ങൾ ഒരിക്കലും മായയുടെ അടിയിലല്ല, എങ്കിൽ പോലും അവര് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ കൃഷ്ണൻ അങ്ങനെയല്ല എന്നുള്ളത് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ ഇതിൽ നിന്നെല്ലാം ഉപരിയാണെന്നുള്ളത് പറയുന്നത്. അതായത് 52-53 ശ്ലോകങ്ങളിൽ ശ്രീധരസ്വാമിയുടെ ഒരു കമന്ററി എടുത്ത് പറയുന്നു. ഇതൊക്കെ പർപ്പട്ടിലുണ്ട്. ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി എന്ന് പറയുന്ന 3 ഭൗതിക ഡയമെൻഷൻസ് ഉണ്ട്. ജാഗ്രത് എന്ന് വെച്ചാൽ നമ്മൾ ഭൗതികമായിട്ട് ഉണർന്നിരിക്കുന്ന ഒരു അവസ്ഥ. ഈ ലോകത്തിലെ ആൾക്കാർ തിരക്ക് പിടിച്ച് പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കോൺഷ്യസ്നെസ്. പിന്നെ അത് കഴിഞ്ഞ് സ്വപ്ന എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ട് നമ്മൾ ഒരു സ്ലീപ്പ് ചെയ്യുന്നൊരു അവസ്ഥ, സ്വപ്ന. പിന്നെ ഡീപ്പ് സ്ലീപ്പ്, വളരെ ഈ ഭൗതിക ലോകമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇരിക്കുന്ന ഒരു ഡീപ്പ് സ്ലീപ്പ് സ്റ്റേജ് ആണ് സുഷുപ്തി.
അപ്പൊ ഈ മൂന്ന് രൂപങ്ങൾക്കും ഇത് മൂന്നും ഭൗതിക അവസ്ഥകളാണ്. ഈ മൂന്ന് ഭൗതിക അവസ്ഥകൾക്കും തത്തുല്യമായിട്ടുള്ള ഭഗവാന്റെ രൂപങ്ങളുണ്ട്. അതാണ് വിരാട്. ജാഗ്രത് രൂപത്തില് നമ്മൾ ഭൗതികമായിട്ട് ഉണർന്നിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെയാണ്, നമ്മൾ ദൃശ്യപ്രപഞ്ചത്തെയാണ് കാണുന്നത്. അത് ശരിക്കും വിരാട് പുരുഷന്റെ ഒരു എന്താ പറയുക മാനിഫെസ്റ്റേഷൻ ആണ്. സ്വപ്നത്തില് ഹിരണ്യഗർഭ ആൻഡ് സുഷുപ്തിയില് കാരണ എന്ന് പറയുന്ന രൂപം, ഭഗവാന്റെ 3 രൂപങ്ങളുണ്ട്. ഇതൊക്കെ നാരായണന്റെ രൂപങ്ങളാണ്. പക്ഷെ കൃഷ്ണ എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറത്ത്, ഈ ഭൗതിക സ്ഥിതിയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത 4ാമത്തെ അവസ്ഥ, തുരീയ എന്നുള്ളൊരവസ്ഥയിൽ കൃഷ്ണനെ പറയുന്നു. റൈറ്റ്? ഇത് നമ്മൾ മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് ഒരു പരിധി വരെയൊക്കെ മനസ്സിലായുള്ളൂ, എന്നാലും ഉള്ളതുകൊണ്ട് ആഡ് ചെയ്തു. റൈറ്റ്? അപ്പോ തീരാറായി. അതുകൊണ്ട് ഇതൊക്കെ കാരണം ബ്രഹ്മാവ് പറയുന്നു കൃഷ്ണനാണ് ഒറിജിനൽ സോഴ്സ്. കൃഷ്ണനിൽ നിന്ന് ബലരാമൻ, പിന്നെ ഒറിജിനൽ ചതുർവ്യൂഹം, പിന്നെ നാരായണൻ, സെക്കൻഡറി ചതുർവ്യൂഹം വരുന്നു. ഈ സെക്കൻഡറി ചതുർവ്യൂഹത്തില് സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവൻ ഒറിജിനൽ ഇതാണ്. അതിൽ നിന്ന് സംഘർഷണൻ നിന്ന് കാരണോദകശായി വിഷ്ണു വരുന്നു, പ്രദ്യുമ്നനിൽ നിന്ന് ഗർഭോദകശായി, അനിരുദ്ധനിൽ നിന്ന് ശ്രീലോദകശായി. ഇതൊക്കെ 56ാമത്തെ പർപ്പട്ട് വായിച്ചാൽ അറിയാം, അത് വായിക്കുക. 57 പറയുന്നു നാരായണൻ is the source of all Vishnus and he is a vilasa expansion of your lordship എന്ന് പറയുന്നു. എന്ത് വിലാസമാണെന്ന് വേണമെങ്കിലും നോക്കാം. 57 പറയുന്നത് സൈ തിനര അംശി പരവ്യോമ നാരായണ തേൻഹ തൊമാര വിലാസ തുമി മൂല നാരായണ. എന്ത് വിലാസമാണ് അത് നമുക്ക് നോക്കാം വേണമെങ്കിൽ പിന്നീട്. ബട്ട് നാരായണനാണ് ഇതിൻ്റെയൊക്കെ സ്രോതസ്. ആ നാരായണൻ കൃഷ്ണ അങ്ങയുടെ ഒരു വിലാസ വിസ്തരണമാണ് എന്ന് ബ്രഹ്മാവ് പറയുന്നു. അങ്ങനെ ബ്രഹ്മാവിന്റെ നിഗമനം, ബ്രഹ്മാവിന്റെ നിരീക്ഷണ പ്രകാരം കൃഷ്ണൻ മൂലനാരായണനാണെന്നുള്ളത് അങ്ങനെ പ്രൂവ് ചെയ്ത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഒരു ഇതും കൂടെ ഉള്ളൂ. പക്ഷെ കൃഷ്ണന്റെ പ്രശ്നം, ബ്രഹ്മാവ് ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കൃഷ്ണന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൃഷ്ണനെ തെറ്റിദ്ധരിക്കാനും കൃഷ്ണനെ വിലയിടിച്ച് കാണാനും വളരെ എളുപ്പമാണ്. അത് കൃഷ്ണന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ കൃഷ്ണൻ അങ്ങനെ ലൈറ്റ് ആയിട്ട് എടുക്കും, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. അപ്പൊ പറയുന്നത് കൃഷ്ണൻ അങ്ങനെ ഒരു ട്രാക്ക് റെക്കോർഡ് തന്നെയുണ്ട്. എത്ര വ്യക്തികളാണ് കൃഷ്ണനെ സാധാരണമായിട്ട് കണ്ടിട്ടുള്ളത്, അല്ലെ? കൃഷ്ണനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൃഷ്ണനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാര്യം കണ്ട ഭഗവാനാണെന്നൊന്നും തോന്നില്ല. 2 കൈയോടെ ഇങ്ങനെ ഗോപന്മാരുമായിട്ടൊക്കെ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ തെറ്റുപറ്റി. പിന്നെയാണ് ബ്രഹ്മാവിന്റെ സൃഷ്ടിക്കകത്തുള്ള മറ്റു വ്യക്തികളുടെ കാര്യം പറയാൻ, അല്ലെ? അപ്പൊ അതുകൊണ്ട് പല വ്യക്തികള്, അസുരന്മാര് പ്രത്യേകിച്ച്, ഇനി അസുരന്മാര് മാത്രമല്ല ദേവന്മാരും ഒട്ടും മോശമല്ല, ഇന്ദ്രൻ തുടങ്ങിയിട്ട് പല വ്യക്തികളും കൃഷ്ണനെ തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷൻ അല്ലാതെ നാരായണ പരമദിവ്യോത്തമ പുരുഷനായിട്ട് കാണാൻ വളരെ എളുപ്പമാണ്. റൈറ്റ്? ആ ഒരു പോയിന്റ് പ്രഭുപാദ് അവിടെ കൊണ്ടുവരുന്നു. സോ കൃഷ്ണനെ പരമദിവ്യോത്തമ പുരുഷനായിട്ട് കാണാതിരിക്കാൻ വളരെ എളുപ്പമാണ്. ഇനി ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നൃത്തം ചെയ്ത് എന്താ പറയാ, എക്സ്റ്റസിയിൽ അവിടെ ഇവിടെ ബോധം ഇല്ലാതെ വീഴുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ഭൗതികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിനെയും സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് അല്ലാതെ കാണാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഏത് ശ്ലോകത്തിലാണ് കൃഷ്ണൻ പ്രത്യേകിച്ച് പറയുന്നത് എന്നെ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ്, മണ്ടന്മാരാണ് അത് ചെയ്യുക എന്നുള്ളത് ആര് പറയും? ഏത് ശ്ലോകത്തിലാണ്? അവജാനന്തി മാം മൂഢ. അതെ, മാനുഷ അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരംഭാവമജാനന്തോ, അല്ലെ? മമ ഭൂതമഹേശ്വരം മമാവ്യേയമനുത്തമം whatever. അപ്പൊ അങ്ങനെ കൃഷ്ണന്റെ ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട് ഓൾറെഡി. കൃഷ്ണനെ തെറ്റിദ്ധരിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് നഷ്ടം? കൃഷ്ണനല്ല, നമുക്ക് തന്നെയാണ് നഷ്ടം എന്നാണ് പറയുന്നത്. അപ്പൊ പലപ്പോഴും സ്കോളേഴ്സ്, പല പണ്ഡിതന്മാരും എനിക്കിതിൽ അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് സംസ്കൃതം അറിയാം, ശാസ്ത്രം അറിയാം, വേദം അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന പണ്ഡിതന്മാര് പ്രഭുപാദ് പറയുന്നു ഫെർട്ടൈൽ ഇന്റലിജൻസ്, അവരുടെ വളരെ എന്താ പറയാ
അവര് വിചാരിക്കുന്ന അവർക്ക് വളരെ കൂർമ്മമായിട്ടുള്ള വളരെ വിളഞ്ഞ വിത്തുകൾ എന്നൊക്കെ പറയുന്ന പോലെ വിളഞ്ഞ ബുദ്ധി വെച്ചിട്ട് അവര് പല വ്യാഖ്യാനങ്ങളും കൊടുക്കും. കൃഷ്ണൻ അതാണ്, കൃഷ്ണൻ ഇതാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുകൊണ്ടൊന്നും സത്യം മാറാൻ പോകുന്നില്ല. പ്രഭുപാദ് പറയുന്നു ഈ ബുദ്ധി ഉപയോഗിക്കുന്നതിന് പല പ്രശ്നങ്ങളുണ്ട്. പ്രഭുപാദ് പറയുന്നു ഒരു പശു എന്ന് പറഞ്ഞാൽ ഗോമാതാവ് വളരെ പ്യുവറാണ് അല്ലെ? പക്ഷെ ഗോമാതാവിനെക്കാളും പ്യുവറായിട്ട് ശാസ്ത്രങ്ങൾ പറയുന്നത് വേദങ്ങളൊക്കെ സാക്ഷാത്കരിച്ച ഒരു ബ്രാഹ്മണനെ, വേദപഠനമൊക്കെ ചെയ്ത ഒരു ബ്രാഹ്മണനെ, ഈശ്വര സാക്ഷാത്കാരം നേടിയ അദ്ദേഹം പശുവിനെക്കാളും ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. ഇനി നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ശരി, പശു ശ്രേഷ്ഠമാണ്, അതുകൊണ്ട് പശുവിന്റെ വിസർജനം, ചാണകം, അത് വളരെ ശ്രേഷ്ഠമാണ്. ഇനി പശുവിനേക്കാൾ ശ്രേഷ്ഠമാണ് വേദപാഠമൊക്കെ ചെയ്ത് സാക്ഷാത്കാരം നേടിയ ബ്രാഹ്മണൻ, അതുകൊണ്ട് ബ്രാഹ്മണന്റെ വിസർജനം ചാണകത്തെക്കാളും ശ്രേഷ്ഠമാണെന്ന് കരുതാൻ പറ്റുമോ? ഇല്ല. അത് ചെയ്താൽ അത് വലിയൊരു മണ്ടത്തരമായി പോകും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബുദ്ധി ഒരുപാട് ഉപയോഗിക്കരുത് എന്ന് പ്രഭുപാദ് ഇവിടെ ഉദാഹരണ സഹിതം പറയുകയാണ്. നിങ്ങൾ ബുദ്ധിയൊക്കെ അവിടെ വെക്കുക എന്ന് പറയുന്നു. അതുപോലെ ബുദ്ധി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചില വ്യക്തികൾ സ്പെക്യുലേറ്റ് ചെയ്യും. കൃഷ്ണന് 2 കൈയേ ഉള്ളൂ, കണ്ട ഭഗവാനെ പോലെ തോന്നുന്നില്ല. പക്ഷെ നാരായണന് 4 കൈയും ഉണ്ട്, ഓരോ കൈയില് ശംഖം, ചക്രം, ഗദ, പത്മം ഒക്കെ ഉണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏകദേശം ഒരു ഡെഫിനിഷന്റെ അടുത്ത് വരുന്നത് കൃഷ്ണനാണോ നാരായണനാണോ? നാരായണനാണ്. അതുകൊണ്ട് നാരായണനാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് പല വ്യക്തികളും സ്പെക്യുലേറ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ചെയ്യരുത് എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. അതിന് അവസാനം ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായിട്ട് ശ്രീമദ് ഭാഗവതത്തിലെ വളരെ പ്രശസ്തമായ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ശ്ലോകം, 67-ാം ശ്ലോകത്തിൽ ഇവിടെ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി കോട്ട് ചെയ്യുന്നു. സൂത ഗോസ്വാമി 26 അവതാരങ്ങളെ കുറിച്ച് ആ പ്രഥമ സ്കന്ധം 3-ാം അധ്യായത്തിൽ വിവരണം നൽകുന്നുണ്ട്. ആ 26-ല് 19-ാമതും 20-ാമതുമായിട്ട് ബലരാമനെയും കൃഷ്ണനെയും സൂത ഗോസ്വാമി ഇൻക്ലൂഡ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ ജസ്റ്റ് ഒരു ലിസ്റ്റ് കൊടുത്ത ശേഷം സൂത ഗോസ്വാമിക്ക് തന്നെ ഒരു ഭയമുണ്ടായി എന്ന് ശ്രീധരസ്വാമി അദ്ദേഹത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. കൃഷ്ണനെയും മറ്റ് അവതാരങ്ങൾക്ക് തുല്യമായിട്ട് ആൾക്കാര് കരുതും എന്നുള്ളൊരു ഭയം. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ അവതാരങ്ങളൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും ഏതേച്ചാംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള ശ്ലോകം വീണ്ടും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട്? സോ ദാറ്റ് ടു റീകൺഫേം, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി. മറ്റെല്ലാ അവതാരങ്ങളും ഏതേച്ച അംശ കലാപുംസഹ, മറ്റെല്ലാ പുരുഷ അവതാരങ്ങളും അംശങ്ങളും കലയുമാണ്, കൃഷ്ണനാണ് സ്വയം ഭഗവാൻ എന്നുള്ളത് ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹം സൂത ഗോസ്വാമി ഈ ശ്ലോകം ചൊല്ലി. സോ ഹൗ ഇസ് ദ റീഡിംഗ് ഗോയിങ് എന്ന് ശില പ്രഭുപാദ് ചോദിക്കുന്നു. ആൻഡ് ലാസ്റ്റ് 9:30 ആയി. പക്ഷെ സമയം ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു പ്രഭുപാദ് ലീല പറയണോ? പറയാം. ഓക്കെ, സോ ഇതോടെ നിർത്താം. ഇത് ഈ ചിത്രത്തിൽ കാണുന്നത് പ്രഭുപാദ് ബോസ്റ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാല് പ്രഭുപാദ് ഫസ്റ്റ് ഇസ്കോൺ സെന്റർ ന്യൂയോർക്കിലായിരുന്നു, നമുക്കറിയാം അല്ലെ? ന്യൂയോർക്ക് 26 സെക്കൻഡ് അവന്യൂ ആണ് പ്രഭുപാദിന്റെ ഫസ്റ്റ് ഇസ്കോൺ സെന്റർ. അത് കഴിഞ്ഞ് 2ാമത്തെ ഇസ്കോൺ സെന്റർ ഇവിടെയായിരുന്നു, സാൻ ഫ്രാൻസിസ്കോ. പിന്നെ എൻ്റെ അറിവില് 3ാമത്തെ സെന്റർ എന്ന് പറയുന്നത് മോൺട്രിയാൽ, കാനഡയിലെ മോൺട്രിയൽ ആയിരുന്നു. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഗുരു മഹാരാജ് ജഗതാക സ്വാമി മഹാരാജ് അവിടെയാണ് ഫസ്റ്റ്. സാൻ ഫ്രാൻസിസ്കോയിൽ ആദ്യം കണ്ടുമുട്ടി പ്രഭുപാദിനെ, പിന്നെ മോൺട്രിയലിൽ വെച്ച് അവിടെ ടെമ്പിൾ പ്രസിഡന്റ് ആയി മോൺട്രിയലിന്റെ. സോ ഇങ്ങനെ 3 സെന്റർ വന്ന ശേഷം അതിനുശേഷമുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഭക്തന്മാർ പോകുന്നു, സെന്ററുകൾ തുറക്കുന്നു. അപ്പൊ ഇങ്ങനെ പല സെന്റേഴ്സും പ്രഭുപാദ് വിസിറ്റ് ചെയ്തിട്ടില്ല. ഈ 3ഉം പ്രഭുപാദ് പേഴ്സണലി ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പ്രഭുപാദ് മറ്റതൊക്കെ ഇങ്ങനെ വളരെ വളരെ പെട്ടെന്ന് വളർന്നു വരികയാണ്. അപ്പൊ ഭക്തന്മാർ തമ്മിൽ കോമ്പറ്റീഷനായി. ശരി,
പ്രഭുപാദ് ഞങ്ങളുടെ സെന്ററിലേക്ക് വരൂ, ഞങ്ങളുടെ സെന്ററിലേക്ക് വരൂ, ഞങ്ങളുടെ സിറ്റിയിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരും പ്രഭുപാദിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സോ ഓരോരുത്തർക്കും പ്രഭുപാദിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അപ്പൊ പ്രഭുപാദിന്റെ അടുത്ത് പറയും, പ്രഭുപാദ് ഇവിടെ ക്ലൈമറ്റ് വളരെ നല്ലതാണ്, ഇവിടെ അത്രയും ഒരു താല്പര്യമുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും പ്രഭുപാദിനോട് ഇങ്ങനെ പറയും. സോ പ്രഭുപാദ് ഒരു മെമ്മോ അവിടെയുള്ള എല്ലാ ടെമ്പിൾ, എല്ലാ ഡിവോട്ടീസിനും പ്രഭുപാദ് പണ്ടത്തെ ഒരു, അന്ന് ഇമെയിൽ ഒന്നും ഇല്ല, വാട്സാപ്പ് ഇല്ല, സോ ഒരു ടെലഗ്രാം പോലെ എല്ലാവർക്കും അയക്കും. എല്ലാ ടെമ്പിൾസിനും പ്രഭുപാദ് അയക്കും. അതായത് ഏത് ടെമ്പിൾ ആണോ ആദ്യത്തെ പ്രിന്റിംഗ് പ്രസ് ഇസ്കോണിന് വേണ്ടി സ്വന്തം പ്രിന്റിംഗ് പ്രസ്സിനുള്ള മെഷീൻസ് ഒക്കെ മേടിച്ച് തുടങ്ങുന്നത്, ആ സെന്ററിൽ വന്ന് ഞാൻ കുറെ നേരം കുറെ ദിവസങ്ങൾ ഞാൻ അവിടെ താമസിക്കും എന്ന് പ്രഭുപാദ് ഒരു ഓഫർ കൊടുത്തു. അപ്പൊ എല്ലാ ഭക്തന്മാരും പല സെന്റേഴ്സിൽ അവര് പ്രിന്റിംഗ് പ്രസ്സിന് പുറകെ ഓടാൻ തുടങ്ങി. അതിൽ ആദ്യം വിജയിച്ച സെന്റർ എന്ന് പറയുന്നത് ബോസ്റ്റൺ ആണ്. അതിന് വേറെയും കാരണങ്ങളുണ്ട്, അത് ഇപ്പൊ പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാല് നമ്മുടെ ആൽഫ്രഡ് ഫോർഡ്, അംബരീഷ് പ്രഭു, അദ്ദേഹം ബോസ്റ്റണില് MIT-യിലാണ് അദ്ദേഹം, MIT അല്ല, ബോസ്റ്റണിൽ വേറൊരു ടഫ്റ്റ്സ് എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്, TUFTS, ടഫ്റ്റ്സ് യൂണിവേഴ്സിറ്റി. വളരെ പ്രശസ്തമായ ഒരു സർവകലാശാലയാണ്, ബോസ്റ്റണിൽ തന്നെയാണ്. ബോസ്റ്റൺ എന്ന് പറയുന്ന ഒരു എഡ്യൂക്കേഷണൽ സിറ്റിയാണ്. അവിടെ ഒരുപാട് MIT, ഹാർവേഡ് ഒക്കെ സർവകലാശാലകളുള്ള ഒരു നഗരമാണ്. അപ്പൊ അവിടെയാണ് ഇദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആൽഫ്രഡ് ഫോർഡ് പോലുള്ള വ്യക്തികള് കോൺഗ്രിഗേഷൻ ഉണ്ടെങ്കിൽ പിന്നെ പണത്തിന് പ്രശ്നമല്ല. അപ്പൊ ബോസ്റ്റൺ സെന്ററാണ് ഈ കാണുന്ന പ്രിന്റിംഗ് പ്രസ് മേടിച്ചത്. സോ പ്രഭുപാദ് അവിടെ വന്നു. പ്രഭുപാദിന് വളരെ പ്രിന്റിംഗ് പ്രസിന്റെ ഓരോ ചെറിയ ചെറിയ വിശദാംശങ്ങളും പ്രഭുപാദ് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് ലാസ്റ്റ് പ്രഭുപാദ് പറഞ്ഞു, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ്. പ്രഭുപാദ് പറഞ്ഞു, കീപ് ദീസ് മെഷീൻസ് ക്ലീൻ ആൻഡ് വെൽ ഓയിൽഡ്. ഈ മെഷീനുകൾ വളരെ വൃത്തിയോടെയും അതില് മറ്റേ ലൂബ്രിക്കേഷനും ഓയിലൊക്കെ ഒഴിച്ച് അതിനെ വളരെ നന്നായിട്ട് വെക്കുക. എന്നിട്ട് പ്രഭുപാദ് പറഞ്ഞു, ദീസ് മെഷീൻസ് ദേ ആർ ദി ഹാർട്ട് ഓഫ് ഇസ്കോൺ. ഇസ്കോണിന്റെ ഹൃദയമാണ് ഈ മെഷീനുകൾ എന്ന് പറഞ്ഞു. സോ അടുത്തുള്ള ഈ കാണുന്ന ഭക്തന്മാരിൽ ഏതോ ഒരു ഭക്തൻ പ്രഭുപാദിനോട് നോക്കിയിട്ട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, പ്രഭുപാദ്, ശില പ്രഭുപാദ്, യു ആർ ദി ഹാർട്ട് ഓഫ് ഇസ്കോൺ. പ്രഭുപാദ്, താങ്കളല്ലേ ഈ ഇസ്കോണിന്റെ ഹൃദയം എന്ന് പറഞ്ഞു. പ്രഭുപാദ് ഇങ്ങനെ നോക്കിയിട്ട് പ്രഭുപാദ് പറയാണ്, യെസ്, ആൻഡ് ദീസ് മെഷീൻസ് ആർ മൈ ഹാർട്ട്. പ്രഭുപാദ് അപ്പൊ പ്രഭുപാദ് നോ എന്ന് പറഞ്ഞില്ല, താങ്കളാണ് ഇസ്കോണിന്റെ ഹൃദയം എന്ന് പറഞ്ഞപ്പോ പ്രഭുപാദ് നോ 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 എന്നൊന്നും പറഞ്ഞില്ല. പ്രഭുപാദ് പറഞ്ഞു യെസ്, പക്ഷേ ദീസ് മെഷീൻസ് ആർ മൈ ഹാർട്ട് എന്ന് പറഞ്ഞു. ശില പ്രഭുപാദ് കി ജയ്. സോ ഈ പ്രിന്റിംഗ് പ്രസ്സുകളിൽ നിന്നാണ് പ്രഭുപാദിന്റെ ഈ അത്ഭുതകരമായ ഗ്രന്ഥങ്ങൾ വന്നിരിക്കുന്നത്. ഇത് വായിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഉണ്ടാവുന്നു. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. ശില പ്രഭുപാദ് കി ജയ്. പ്രത്യേകിച്ചും പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ സുധാ മാതാജി ഇന്ന് വന്നെത്തിയിട്ടുണ്ട്. ഒരുപാട് കാലങ്ങളുടെ കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ശേഷം സുധാ മാതാജി വന്നിട്ടുണ്ട്. സുധാ മാതാജി, ഞാൻ പറഞ്ഞില്ല ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞ്. എന്താണത്? ശ്യാമസുന്ദരി ഗോപി മാതാജിയുടെ സാന്നിധ്യമാണ് ആ സർപ്രൈസ്. കൊറേ കഴിഞ്ഞപ്പോ എത്തി അല്ലേ? വീണ്ടും ഒരു കണ്ടുമുട്ടൽ, ആകസ്മികമായ ഒരു കണ്ടുമുട്ടൽ പറയാം. സന്തോഷം, സന്തോഷം. ഹരിബോൾ, ഹരിബോൾ. സുധമാജി വായിക്കാനും വരണം കേട്ടോ മാതാജി, ഉച്ചയ്ക്ക്. വരാം വരാം വരാം. പനി പിടിച്ച് കിടക്കാം. താങ്ക് യു. ഞാനൊന്ന് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്.